അറേഞ്ച് ചെയ്യാൻ കഴിഞ്ഞത്. ഇതിൽ നമുക്ക് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. മനസ്സുണർത്തിയാൽ ഏത് ലക്ഷ്യവും നേടാം എന്നുള്ളതാണല്ലോ നമ്മുടെ എല്ലാവരുടെയും ചിന്ത. അപ്പോൾ മനസ്സുകളെ ഉണർത്താൻ കർത്തസാറിന്റെ പ്രഭാഷണം തീർച്ചയായിട്ടും സഹായിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മളെല്ലാവരും ഈ വണ്ടിയിൽ കയറുന്നതിന് മുമ്പേ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം എങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ആ സ്ഥലം അറിഞ്ഞാൽ മാത്രമേ തീവണ്ടിയിൽ കയറാറുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എങ്ങോട്ടാണ് പോകേണ്ടത്, ഏത് കോഴ്സാണ് എടുക്കേണ്ടത്, നമ്മൾക്ക് മനസ്സിനിണങ്ങിയ കോഴ്സ് എന്തായിരിക്കും, എങ്ങനെ ഉന്നതമായ ലക്ഷ്യത്തോടുകൂടി നമുക്ക് ഒരു കരിയർ എടുക്കാൻ അഡോപ്റ്റ് ചെയ്യാൻ കഴിയും, ഇക്കാര്യത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് സംസാരിക്കുവാൻ എല്ലാം കൊണ്ടും പ്രാഗൽഭ്യവും കഴിവും മിടുക്കുമുള്ള കർത്തസാറാണ് നമുക്കിന്ന് ക്ലാസ് എടുക്കുന്നത്. അദ്ദേഹത്തിന് ഇതിൽ പങ്കെടുത്തതിൽ നമുക്ക് സഭയുടെ സന്തോഷം ഞാൻ അങ്ങനെ അറിയിക്കുകയാണ്. അപ്പം ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ നമ്മുടെ പുയൻ തിരുനാൾ തമ്പുരാട്ടി, എനിക്കൊന്ന് ഓഫ്ലൈൻ ആയിട്ടാണ് വരുന്നതെന്ന് തോന്നുന്നു, കാരണം വേറെ മീറ്റിങ്ങുകളുണ്ട്. ഇതിൽ ആശംസ അർപ്പിക്കുന്ന പുയൻ തിരുനാൾ തമ്പുരാട്ടിയാണ്. അതുപോലെ തന്നെ കർത്തസാറിനെ പരിചയപ്പെടുന്നത് നമ്മുടെ വിജയൻ രാമോർമ്മയാണ് അതിനെ പരിചയപ്പെടുത്തുന്നത്. ആദ്യമായി രാമോർമ്മയെ ഇതിന് വേണ്ടിയിട്ട് ക്ഷണിച്ചുകൊള്ളു. കേൾക്കാൻ വയ്യല്ലോ. ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് മതിയോ പരിചയപ്പെടുന്നത്? ഇപ്പൊ തന്നെ അങ്ങ് പരിചയപ്പെടുത്തട്ടെ. കുഴപ്പമില്ല. ഓക്കെ. ക്ഷത്രിയ ക്ഷേമ സഭയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ കരിയർ ഡെവലപ്മെന്റ് വർക്ക്ഷോപ്പ്, അത് നമുക്ക് വേണ്ടി, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ചെയ്യാമെന്ന് സമയം സംബന്ധിച്ച് ഈ യോഗത്തിൽ നമ്മോടൊപ്പം ചേർന്നിരിക്കുന്നത് ഈ മേഖലയിൽ വളരെ പ്രശസ്തമായ രീതിയിൽ പ്രശോഭിക്കുന്ന നമ്മുടെ എൻ്റെ ഗുരു തുല്യനായ NRUK കർത്ത, അന്ന് സാറിന്റെ ഫുൾ നെയിം NRUK ഉണ്ണികൃഷ്ണ കർത്ത എന്നാണ്, ചുരുക്കപ്പേരിലാണ് സാറിനെ പൊതുവെ അറിയപ്പെടുന്നത് ഡോക്ടർ NRUK കർത്ത സാർ. സാറ് ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ ISROയുടെ ജനറൽ മാനേജറാണ്, എൻ്റെ ഇന്റർവ്യൂ ബോർഡ് മെമ്പറുമായിരുന്നു. ഒരുപക്ഷെ സാറും എന്നെ സഹായിച്ചു കാണും. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ ആദ്യത്തെ ഇന്റർവ്യൂ ഫേസ് ചെയ്യുമ്പോൾ എന്നെ എടുക്കാനായിട്ട് സാറിന്റെ സഹായം ഉണ്ടായി കാണും. ISRO ഇന്ന് ഇന്ത്യയിലെ എന്നല്ല ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ തന്നെ ഒരു ശ്രദ്ധാകേന്ദ്രമായി മാറിയ ഒരു സ്ഥാപനമെന്നറിയാം. അതിനുവേണ്ടി അന്ന് പരിശ്രമിച്ച മുന്നണി പോരാളികളിൽ പ്രധാനിയായിരുന്നു കർത്താർ സാറ്. സാറ് വർക്ക് ചെയ്തോ നമുക്ക് വളരെ പ്രഗത്ഭന്മാരായിട്ടുള്ള അബ്ദുൽ കലാം സാർ, പ്രൊഫസർ ധവാൻ സാർ, അതുപോലെ തന്നെ പ്രൊഫസർ NGK മേനോൻ, പ്രൊഫസർ രാജാരാമണ്ണ, പ്രൊഫസർ UR റാവ്, ഇതുപോലുള്ള പ്രഗത്ഭന്മാരോട് ജോലി ചെയ്താണ് സാർ ISROയെ ആ ഒരു നിലയിലേക്ക് എത്തിക്കാനുള്ള അടിത്തറയിട്ട് അവിടെ ഒരു റോക്കറ്റ് ഫാബ്രിക്കേഷൻ ഫെസിലിറ്റി എന്ന ഉന്നത നിലവാരം പുലർത്തുന്ന ഒരു ഫെസിലിറ്റി അദ്ദേഹം നിർമ്മിച്ചു. ISROയുടെ അടിത്തറ ഏതാണ്ട് ബേസ്മെന്റ് സ്ട്രോങ് ആയി എന്ന് കണ്ടപ്പോൾ തൻ്റെ മേഖല ഇതിൽ നിർത്തില്ല, ഇതിൽ നിന്നാൽ പോരാ എന്ന് തോന്നിയിട്ട് അദ്ദേഹം അവിടുന്ന് സ്വയം വിരമിച്ച് എഞ്ചിനീയറിംഗ് മേഖലകളിലെ പല സ്ഥാപനങ്ങളിലും, അത് വ്യത്യസ്തങ്ങളായ സ്ഥാപനങ്ങളാണ്, ഭഗീരഥ എഞ്ചിനീയറിംഗ് വർക്ക്സ് അല്ലെങ്കിൽ SFS, അതുപോലെ വളരെ വേറിട്ട സ്ഥാപനങ്ങളിലുമെല്ലാം ഉന്നത പൊസിഷൻ വഹിച്ച് അവിടുന്ന് നേറിയ അറിവും സമ്പത്തും കൂട്ടിവെച്ച് അത് മതിയാകില്ല തൻ്റെ വിജ്ഞാനദാഹം ശമിപ്പിക്കാൻ എന്നുള്ള ധാരണയിൽ അദ്ദേഹം അക്കാഡമിക് ലെവല് വളരെയധികം ഉയർത്താൻ ശ്രമിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹം BTech കഴിഞ്ഞ് ISRO ജോയിൻ ചെയ്യുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ടോ MTech, MBA, PhD, അത് മാത്രമല്ല വ്യത്യസ്തമായ മേഖലയിലൊക്കെയാണ് അദ്ദേഹം മാനേജ്മെന്റില്, കൗൺസിലിംഗില്, സൈക്കോളജി, ഇത് വളരെ നമ്മുടെ എന്താ പറയുക, നമ്മൾ ഊഹിക്കാത്ത തരത്തിലുള്ള മേഖലകളിൽ അദ്ദേഹം PG ഡിപ്ലോമ കോഴ്സുകളും സർട്ടിഫിക്കറ്റ് കോഴ്സുകളും വിദേശത്ത് ഇന്ത്യയിലും ട്രെയിനിങ് കോഴ്സുകളും പോയി അതും പാസ്സായിട്ടാണ് സാറ് തൻ്റെ ആ നേടിയ അറിവും വിജ്ഞാനവും സമൂഹത്തിന് എങ്ങനെ നല്ലത് വരുത്താൻ, നന്മ പകരാമെന്നുള്ള രീതിയിലാണ് മഹനീയമായ അധ്യാപവൃത്തി അദ്ദേഹം ഏറ്റെടുത്തത്. സാറ് പ്രവർത്തിച്ചിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഫാക്കൽറ്റി മെമ്പറായും പ്രിൻസിപ്പലായും നിരവധിയാണ്. ചിലത് പേര് പറഞ്ഞു കഴിഞ്ഞാൽ UST ഗ്ലോബലിലെ ട്രെയിനിങ് സെന്ററിലെ പ്രിൻസിപ്പലായിരുന്നു, ഇഗ്നൂവിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, കേരള MG യൂണിവേഴ്സിറ്റിയിൽ ഫാക്കൽറ്റി മെമ്പറായിരുന്നു, അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഫാക്കൽറ്റി മെമ്പറായിരുന്നു, അതുപോലെ തന്നെ IMG ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഗവൺമെന്റിൽ അദ്ദേഹം ഉണ്ടായിരുന്നു, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് സ്റ്റഡീസ് ഗവൺമെന്റ് ഓഫ് കേരളയിൽ ഉണ്ടായിരുന്നു, IAS കോച്ചിങ് സെന്റർ, അതുപോലെ തന്നെ പല കോച്ചിങ് സെന്ററിൽ
NSS സിവിൽ സർവീസ് അക്കാദമി, IAS കോച്ചിങ് സെന്റർ, പാലാ സിവിൽ സർവീസ് അക്കാദമി, കിലെ സിവിൽ സർവീസ് അക്കാദമി, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി. അത് നിരവധിയാണ്. ഞാൻ വായിച്ചു കഴിഞ്ഞാൽ തീരാത്ത തരത്തിൽ അദ്ദേഹം കണ്ടമാനം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അദ്ദേഹം ഫാക്കൽറ്റി മെമ്പറായും വിസിറ്റിംഗ് പ്രൊഫസറായിട്ടും അതുപോലെ ഔദ്യോഗിക പദവി വഹിക്കുകയും കൂടാതെ ഏതാണ്ട് ഒരു 700-ൽ പരം ട്രെയിനിങ് ക്ലാസ്സുകൾ അത് വ്യത്യസ്ത മേഖലയിലുള്ളവർക്കാണ്. ടീച്ചേഴ്സിനുണ്ട്, സ്റ്റുഡൻസിനുണ്ട്, ഗവൺമെന്റ് എംപ്ലോയീസിനുണ്ട്, മറ്റ് സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവർക്കുണ്ട്, കോളേജുകളിലും സ്കൂളുകളിലും. അതുപോലെ തന്നെ അയാണ്ട് ഗവൺമെന്റിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും KSEB ആയാലും ശരി, വാട്ടർ അതോറിറ്റി ആയാലും ശരി, RTO ഓഫീസ് ആയാലും ശരി, PWD ആയാലും ശരി, ഇതുപോലെ പല സ്ഥാപനങ്ങളിൽ അദ്ദേഹം ഇതുപോലെ കോഴ്സ് നടത്തുകയും ട്രെയിനിങ് നടത്തുകയും അവിടെയുള്ളവരെ എങ്ങനെ അവരുടെ ജോലിയിൽ മികവ് തെളിയിക്കാം, അല്ലെങ്കിൽ അവരുടെ കരിയർ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, ആ രീതിയിൽ ക്ലാസ് എടുത്ത് ശരിക്കും പറഞ്ഞാൽ സമൂഹത്തിന് വലിയൊരു സേവനമാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. തന്റെ ആ അറിവ് മുഴുവൻ അദ്ദേഹം പറഞ്ഞു കൊടുക്കാൻ സദാ ബദ്ധശക്തനായിട്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. ഇതുപോലെ വലിയ മഹാനായ കൃഷ്ണാചാര്യ തന്നെയല്ല, അദ്ദേഹം നേടിയ അറിവും സമ്പത്തും ആ ഒരു വൈഭവവും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ചിത്രസഭയ്ക്ക് വേണ്ടി ഇന്ന് ഈ പ്രോഗ്രാം ചെയ്യാമെന്ന് സമ്മതിച്ച് തീർച്ചയായിട്ടും നമുക്ക് വളരെ സന്തോഷം തരുന്ന കാര്യമാണ്. അദ്ദേഹത്തിനെ കിട്ടിയത് നമുക്ക് വളരെ ഒരു മഹാഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. കലാം സാറ് പറയുമായിരുന്നു, ഐ ആം നോട്ട് ഹാൻസം, ഐ ക്യാൻ ഗീവ് ഹാൻഡ് ടു സമ്മൺ. സാറ് രണ്ടുമാണ്. സാറ് ഹാൻസവുമാണ്, രണ്ട് കൈയും ആർക്ക് വേണ്ടി നീട്ടിക്കൊണ്ടിരിക്കുന്ന ആളുമാണ് എന്ത് സഹായത്തിനും. സാറിനെ പോലെ നമുക്ക് സാറ് ഫ്രീ ആയിട്ടായി കോഴ്സ് ചെയ്യുന്നത്. സാറിന് ശരിക്കും പറഞ്ഞാൽ മറ്റുള്ള സ്ഥലത്ത് ഇതുപോലെ ഗവൺമെന്റിൽ വർക്ക് ചെയ്യുമ്പോൾ നല്ല പ്രതിഫലം കിട്ടുന്ന ഒരാളാണ്. നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്തു തരാന്ന് പറഞ്ഞു. ആ മഹാമനസ്കതയ്ക്ക് മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് സാറിന്റെ കത്ത് നിർവഹണത്തിന് ഞാൻ ഇന്ന് സാദരം ക്ഷണിക്കുകയാണ്. സാർ എന്റെ ഗുരുശേഷനായി ഞാൻ ജോയിൻ ചെയ്ത പറയുമ്പോൾ എനിക്കറിയാവുന്ന സാറാണ്. വളരെ വളരെ സന്തോഷം സാർ. കൂടാതെ നമ്മുടെ കുട്ടൻചേട്ടന്റെ വളരെ അടുത്ത സുഹൃത്താണ്. നമ്മുടെ KNS വർമ്മയുടെ സഹപാഠിയായിരുന്നു. അപ്പൊ നമ്മളുമായിട്ട് ചെറിയ ബന്ധം അദ്ദേഹത്തിനുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് വീണ്ടും അനുഗ്രഹം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. താങ്ക് യു സാർ. എല്ലാവരും കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം സാർ. ഓക്കെ, താങ്ക് യു വർമാജി. വർമാജി ഒരു ചെറിയ കാര്യം വിട്ടുപോയി, അത് സാരമില്ല. ഐ ഹാഡ് ദി ഓപ്പർച്യൂണിറ്റി ടു വർക്ക് വിത്ത് ഡോക്ടർ സാരാഭായ്. ഞാനത് വിക്രം സാരാഭായ്, അത് വ്യക്തമാണ് സാർ. വിക്രം സാരാഭായ് അദ്ദേഹത്തിന്റെ കൂടെ 5 കൊല്ലം, കലാം സാറിന്റെ കൂടെ 20. വർമാജിക്ക് വേറൊരു ക്വാളിറ്റി, ഒരു എന്താ പറയുന്നത്, അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. വർമാജി കലാം സാറിന്റെ കീഴിൽ ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ചുരുക്കം വ്യക്തികളെ എനിക്കറിയാവുള്ളൂ. ഞാൻ അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ജോലി ചെയ്തത്. ഐ വർക്ക് ഫോർ ഡോക്ടർ കലാം ഫോർ അബൌട്ട് 25 years, 27 years. ഓക്കെ, ഞാൻ മലയാളം ഇംഗ്ലീഷും കൂടെ പറയുമ്പോൾ ഇംഗ്ലീഷ് മാത്രമേ. ഒരു മിനിറ്റ്, പുയന്തിനാൾ തിരുമനസിന്റെ ആ ഒരു ഇനോവൽ സ്പീച്ചും കൂടെ നമുക്കൊന്ന് ചെയ്തിട്ട് നമുക്ക് ഇറങ്ങാം സാർ. ആയിക്കോട്ടെ. ഓക്കെ. ഒരു പരിപാടിയിൽ പങ്കുകൊള്ളുന്നതിൽ എനിക്ക് അത്യധികമായിട്ടുള്ള സന്തോഷമുണ്ട്. എല്ലാം നമ്മുടെ ആൾക്കാരാണ്. അത് പ്രത്യേകിച്ചും ഇന്ന് നിങ്ങളുടെ ഭാവിയെ പറ്റി സംസാരിക്കാനായിട്ട് ഒരവസരം കിട്ടിയത് കൂടുതൽ സന്തോഷം. ഇന്നിപ്പോ കേരളത്തിൽ കണ്ടുവരുന്ന ഒരു പ്രവണത, എല്ലാവരും നമ്മുടെ നാട് വിട്ട് പുറത്തേക്ക് പോകാനായിട്ടുള്ള ഒരു പരക്കം പാച്ചിലാണ്. എന്റെ മോഹം, നമുക്ക് ജന്മം തന്ന ഈ നാടിന് നമ്മൾ വല്ലതും തിരിച്ചു കൊടുക്കാനായിട്ട് നമ്മുടെ കുട്ടികൾ ഇവിടെ തന്നെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു മോഹം, ഒരു വ്യാപകമായിരിക്കും. എന്നാലും ഇന്നത്തെ കരിയർ കൗൺസിലിംഗ് ഞങ്ങള് പഠിച്ചു വളർത്തുന്ന കാലത്തെക്കാട്ടിലും ഒരുപാട് കരിയർ ഓപ്ഷൻസ് ഇപ്പോഴും. പണ്ടൊക്കെ ആണെങ്കിൽ ഒരു ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, ടീച്ചർ ആവണം, ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ ആവണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ ഉള്ളൂ. പഠിച്ചു ചേർന്നാൽ ഒരു പൈലറ്റ് ആവണം, അങ്ങനെയും ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോ എന്തെല്ലാം കരിയർ ഓപ്ഷൻസ് ആണ്. നമ്മൾ പേര് പോലും കേട്ടിട്ടില്ലാത്ത, ഞങ്ങൾക്ക് അറിയാൻ വയ്യാത്ത ഒരുപാട് സംവിധാനങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ട്.
ഏത് ചെയ്യുകയാണെങ്കിലും നിങ്ങൾ ആലോചിച്ച് ആ ഫീൽഡിലുള്ളവരെടുത്ത് അവരുടെ ഒരു അഭിപ്രായവും ഒരു ഫീഡ്ബാക്കും ചോദിച്ചിട്ട് നിങ്ങൾ അതിലേക്ക് വഴിതിരിയുക. അച്ഛനമ്മമാരോട് പ്രത്യേകം പറയാനുള്ള ഒരു കാര്യം, നമ്മുടെ സ്വപ്നങ്ങൾ നമ്മുടെ സ്വപ്നങ്ങളാണ്. അത് നമ്മുടെ കുട്ടികളുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കരുത്. അവർക്ക് ആ വഴി പോകാൻ ഉത്സാഹം ഉണ്ടെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ചെയ്യട്ടെ. പക്ഷെ എനിക്കൊരു ഡോക്ടറാണെന്നായിരുന്നു, അതെനിക്ക് പറ്റിയില്ല. അതുകൊണ്ട് എൻ്റെ മകൻ ഒരു വാസന ഇല്ലെങ്കിലും ഒരു ഡോക്ടറാണ്. അങ്ങനെ നമ്മൾ വിചാരിക്കണം. ഓരോരുത്തർക്കും ഓരോ കഴിവാണ്, ഓരോ അഭിരുചിയാണ്. അതനുസരിച്ച് നമ്മൾ അവരെ ആ വഴിയിലേക്ക് തിരിച്ചു വിടുക, അതിനുള്ള അനുവാദം നൽകണം. അനുഗ്രഹത്തോടെ അവരെ ആ വഴിക്ക് പോകാൻ അനുവദിക്കണം. ഒരു കൂട്ടിനകത്ത് ഒരു പക്ഷി നമ്മൾ വളർത്തി, അതുപോലെ നമ്മുടെ കുട്ടികളെ നമ്മുടെ ഹൃദയമാകുന്ന കൂട്ടിലും നമ്മുടെ വീട്ടിനുള്ളിലും വളർത്തി. ഇനി അവരെ തുറന്നു വിടാനുള്ള കാലം അത് ബുദ്ധിമുട്ടാണ്, വേദനയുള്ള ഒരു സമയമാണ്. എങ്കിലും അത് തുറന്നു വിട്ടാൽ അവര് തിരിച്ചു വീണ്ടും പറന്നു വരും എന്നുള്ള ഒരു സാധ്യത നല്ലതുപോലെ ഉണ്ട്. പിന്നെ ഏത് രീതിയിലാണ് കുട്ടികൾക്ക് പോകണമെന്നാണ് അവർക്കൊരു ഉത്സാഹം തോന്നുന്നത്, അങ്ങനെ അതിനുവേണ്ടി നമ്മൾ എൻകറേജ് ചെയ്യില്ല. വേറൊരു ബുദ്ധിമുട്ട് നമുക്കുള്ളത്, ഇന്നിപ്പോ നമ്മുടെ ഡിഗ്രിക്ക് സയൻസ് ഗ്രൂപ്പ് എടുക്കുമെന്ന് വെച്ചാൽ പെട്ടെന്ന് എനിക്ക് ആർട്സ് ഗ്രൂപ്പിലേക്ക് പോകണമെങ്കിൽ അതിനുള്ള ബുദ്ധിമുട്ടുകൾ വളരെ ഉണ്ട്. വെളിയിലുള്ള രാജ്യങ്ങളിലൊക്കെ നമ്മളിപ്പോ ഒരു വിഷയം പഠിച്ചു, ഇപ്പൊ ഞാൻ ഹിസ്റ്ററി പഠിച്ചു. ഹിസ്റ്ററി പഠിച്ച ആൾക്ക് നാളെ ഒരു എഞ്ചിനീയർ ആവണമെന്ന് വെച്ചാൽ അത് ചെയ്യാൻ സാധിക്കും. നമുക്കത് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മുടെ പരിമിതിയിലുള്ള നമുക്ക് എന്തെല്ലാം സാധിക്കും, എന്തെല്ലാം കഴിയും എന്നുള്ള അതും കൂടെ കണക്കിലെടുത്ത് വേണം കരിയർ കൗൺസിലിംഗ് നടത്താനായി. ചിലതൊക്കെ രസകരമായിട്ട് തോന്നുന്നു. ഇന്നിപ്പോ ഒരു ദേഹനക്കാരൻ, ഒരു കുക്ക്, എൻ്റെ അമ്മ ദിവസവും കുക്കാണ് വിചാരിക്കുന്നത്. ഇന്ന് ഒരു 5 സ്റ്റാർ ഹോട്ടലിലെ ഒരു ഷെഫിന് 5 ലക്ഷം രൂപ വരെയാണ് മാസം ശമ്പളം. ഒരു തയ്യൽക്കാരൻ, നമ്മൾ അവരെ മോശമായിട്ട് കരുതരുത്. ഇന്ന് അവര് ഫാഷൻ ഡിസൈനറാണ്. ചില സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ബ്യൂട്ടി പാർലറിലൊക്കെ അവരെ ഒരു കത്തിരി എടുത്ത് ഇങ്ങനെ ഒന്ന് വെട്ടണമെങ്കിൽ 5000 രൂപയാണ്. അപ്പൊ നമ്മുടെ ഒരു കരിയറും ഇന്ന് താന്നതാണെന്ന് വിചാരിക്കരുത്, താത്തി പറയുകയും വേണം. ഇന്ന് നമ്മുടെ പ്ലംബർ, ഇലക്ട്രീഷ്യൻ, അവരൊക്കെ സ്വന്തം കാറിലാണ് വരുന്നത്. അപ്പൊ എത്രയോ ഡിഗ്നിറ്റി ഉണ്ടെന്ന്. ലേബർ ഓൾവേസ് ആ ഡിഗ്നിറ്റി. ഒരിക്കലും ഒരു ജോലിയും ഒരു മോശമായിട്ടോ ഒരു പുച്ഛിക്കപ്പെടുന്നതോ ഒരു താഴ്ന്ന ജോലിയെന്ന് വിചാരിക്കരുത്. എല്ലാത്തിനും അതിൻ്റെതായ ഒരു ഡിഗ്നിറ്റി ഉണ്ട്, ഒരു അന്തസ്സുണ്ട്. ഏത് വഴിക്കാണ് കുട്ടികൾ പോകുന്നതെങ്കിലും അവർക്ക് അച്ഛനമ്മമാരുടെ സപ്പോർട്ടും എൻകറേജ്മെന്റും അവരുടെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഓരോ കരിയർ കൗൺസിലേഴ്സ് അവരുടെ സഹായം, ഏറ്റവും ഉപരി ഭഗവാന്റെ അനുഗ്രഹം, ഇത് നിങ്ങൾക്ക് എന്നും ഉണ്ടാകട്ടെ എന്ന് നിങ്ങളുടെ ഒരു അമ്മൂമ്മ എന്നുള്ള സ്ഥാനത്ത് നിന്നുകൊണ്ട് എനിക്ക് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കാനേ ഉള്ളൂ. എല്ലാവരും നല്ല രീതിക്ക് മുന്നോട്ട് പോകട്ടെ. ജീവിതം നിങ്ങൾക്ക് എന്താണ് തരുന്നത്, നിങ്ങൾ എവിടെ ചെന്ന് നിൽക്കാൻ പോകുന്നു എന്ന് നമുക്ക് പറയാനൊന്നുമില്ലായിരുന്നു. പക്ഷെ എവിടെയാണെങ്കിലും നമ്മൾ നല്ല മനുഷ്യരായിട്ട് കെയറിങ് ചെയ്യും. നിങ്ങളുടെ നാടിനെയും നിങ്ങളുടെ കുടുംബത്തിനെയും ഒരിക്കലും മറക്കാത്ത രീതിയിൽ മുന്നോട്ട് പോകണം. നിങ്ങളുടെ പ്രയാണം അങ്ങനെ ആയിരിക്കണം. അതിന് ശ്രീ പത്മനാഭനോട് പ്രാർത്ഥിക്കുന്നു, നിങ്ങളെ എല്ലാവരെയും കാത്തു സൂക്ഷിക്കണേ എന്ന് വീണ്ടും വീണ്ടും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഹാവ് യൂസ്ഫുൾ ഡെലിബറേഷൻസ് ആൻഡ് ഗുഡ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഓൾ ഓഫ് യു. നിങ്ങൾ ചോദിക്കാൻ പഠിക്കരുത്, ചോദ്യങ്ങൾ ചോദിക്കണം, മനസ്സിലാക്കണം, എന്നിട്ട് ആലോചിച്ച് ഡിസിഷൻ എടുക്കണം. ഓക്കെ സാർ. എനിക്ക് സ്റ്റുഡൻസിനെ ഒന്നും കാണാൻ പറ്റുന്നില്ല. സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടോ? ഉണ്ട് സാർ. എനിക്ക് ആ 4 പേര് ഒന്ന് സ്ക്രീനിൽ വന്നാൽ കൊള്ളാം, എഞ്ചിനീയറിംഗ് കോളേജിലെ സ്റ്റുഡൻസ്. കാരണം വരാൻ പറ്റുമെങ്കിൽ 5 പേരുണ്ട്. അവരുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. ടൈം ഈസ് ഫ്ലൈയിങ്.
ഇന്നത്തെ പേപ്പർ നമ്മൾ കണ്ടില്ലെങ്കിൽ നമുക്ക് പലതും നഷ്ടപ്പെടും. ഇന്ന് പത്രമാധ്യമത്തിൽ 2 വാർത്ത ഞാൻ കണ്ടു. ഒന്ന് ഹിന്ദുവിലാണ്. ഹിന്ദുവിലെ വാർത്ത എന്ന് പറഞ്ഞാൽ സാംസങ് മേക്സ് 1000 ക്യാമ്പസ് ഓഫേഴ്സ് ഫോർ ഫ്രഷ് എഞ്ചിനീയേഴ്സ്. എവിടെ നിന്നാണ് ഈ ഫ്രഷ് എഞ്ചിനീയേഴ്സ്? IIT, MIT, NIT, ബിറ്റ്സ് പിലാനി ഇവരെവിടെയാണ് ജോലി ചെയ്യാൻ പോകുന്നത്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, ഡീപ്പ് ലേണിംഗ്. ഇത് ഇന്നത്തെ പത്രം ഹിന്ദു വായിക്കാത്തവർക്ക് അത് മിസ് ചെയ്യാണ്. ചിലപ്പോൾ ഗൂഗിൾ കിട്ടും. രണ്ടാമത്തത് ന്യൂയോർക്കിൽ നിന്നൊരു ന്യൂസാണ്. ഒരു ഇന്ത്യൻ CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ വൈശാൽ ഗാർഗ്, അദ്ദേഹം ഒരു സൂമിൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് 900 എംപ്ലോയീസിനെ പറഞ്ഞു വിടുന്നതായിട്ട് അദ്ദേഹം പറഞ്ഞു. 900 എംപ്ലോയീസ് ആർ ബീങ് ടെർമിനേറ്റഡ്. ഇത് വന്നത് മനോരമയിലാണ്, മലയാള മനോരമ. അപ്പം അതിൽ ഈ CEO ഹാസ് ബീൻ ആസ്ക്ഡ് ടു ഗോ ഓൺ ലീവ്. രണ്ടും നമുക്ക് വളരെ ഹാപ്പി ആയിട്ടുള്ള ന്യൂസാണ്. അപ്പോൾ നൗ ലെറ്റ് മീ സ്റ്റാർട്ട്. ഹർ ഹൈനസ് പ്രിൻസസ് പൂയം തിരുനാൾ ഗൗരി പാർവതി ഭായ്, റെസ്പെക്റ്റഡ് പ്രസിഡന്റ് ക്ഷത്രിയ ക്ഷേമ സഭ ശ്രീ രഘുവർമ്മജി, സെക്രട്ടറി അൽബജ വർമ്മ തമ്പുരാൻ, parents and beloved children. I am not including Varmaji, Ram Varma, because he is one among us. So, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. I salute. I hope എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട്. രക്ഷിതാവായാലും വേണ്ടില്ല, വിദ്യാർത്ഥി ആയാലും വേണ്ടില്ല, പ്ലീസ് പുട്ട് യുവർ ക്യാമറ ഓൺ. ഇതൊരു ഇൻറ്ററാക്റ്റീവ് പ്രോഗ്രാമാണ്. അപ്പോൾ ക്യാമറ നമ്മൾ ഓൺ ചെയ്തില്ലെങ്കിൽ എനിക്ക് ഒന്നും സംസാരിക്കാനില്ല. ഐ വിൽ ബി ടോക്കിംഗ് ടു ദ ബ്ലാങ്ക് വാൾ. ഞാനൊരു ഭിത്തിയോട് ചേർന്നതെന്ന് എനിക്ക് തോന്നിയതെല്ലാം സംസാരിക്കുക. പിന്നെ ചിലര് സ്ഥിരമായിട്ട് വർമാജി പറഞ്ഞ പോലെ ഞാനൊരു 700 പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരു കോവിഡ് പീരീഡിൽ ഒരു 50-ക്കുള്ളിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വന്നൊരു ബുദ്ധിമുട്ട്, ഐ ബീൻ ടോക്കിംഗ് ടു ദ വേൾഡ്. നമുക്ക് ആളുകളെ കാണുകയെങ്കിലും ചെയ്യണം. അതുകൊണ്ട് ചിലർ പറയും നെറ്റ്വർക്ക് മോശമാണ്. ഓക്കെ, കേട്ടാൽ മതി. കേട്ടിട്ട് യു ക്യാൻ ഇൻറ്ററാക്ട് വിത്ത് മീ. ഓക്കെ, നൗ ഞാൻ വിജയൻ എന്ന് പറയാൻ പാടില്ല, വർമാജി എന്ന് പറയുന്നില്ല. വിജയൻ പറഞ്ഞ പോലെ രവിവർമ്മ രാജ അദ്ദേഹം ഞങ്ങളുടെ ഒരു കുടുംബ സുഹൃത്തായിരുന്നു. ആൻഡ് ഹി വാസ് മൈ കൊളീഗ്. ISROയിൽ ഞാൻ ജോയിൻ ചെയ്തിട്ടാണോ അദ്ദേഹം ചെയ്തത്, അതോ അദ്ദേഹം ജോയിൻ ചെയ്തിട്ടാണോ ഞാൻ ജോയിൻ ചെയ്തെന്ന് അറിഞ്ഞൂടാ. അത്രമാത്രം അടുപ്പുണ്ടായിരുന്നു. പക്ഷേ ഒരു 3-4 കൊല്ലം മുമ്പ് ഞാൻ ഇങ്ങനെ ഒരു സംരംഭത്തെ പറ്റി സൂചിപ്പിച്ചു. അപ്പോൾ വളരെ താല്പര്യത്തോടു കൂടിയാണ് ഞാൻ വർമ്മജി എന്ന് വിളിച്ചുകൊണ്ട് രവിവർമ്മ രാജ. പക്ഷെ എന്തുകൊണ്ടോ അത് നടന്നില്ല. അദ്ദേഹത്തിൻ്റെ ആത്മാവ് മുകളിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ വിജയനോട് ആവശ്യപ്പെട്ടാണ്, എടാ നീ പോയി ഇത് ശരിയാക്കും. അതുകൊണ്ടാണ് ഇന്നിങ്ങനെ ഇന്ന് മാത്രമല്ല, ഞാൻ ഒരു 6-7 പ്രോഗ്രാമിന് കൊടുത്തിട്ടുണ്ട്. ബിക്കോസ് ഞാൻ പറഞ്ഞു ഈ കുട്ടികളെ എവിടെ എത്തിക്കാൻ പറ്റുമോ അവിടെ എത്തിക്കാൻ എൻ്റെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാവും. നൗ ഇനി കമ്മിങ് ടു ടോപ്പിക്, ഒരു ഗോൾഡൻ ട്രയാങ്കിൾ ഉണ്ട്. അതായത് ടീച്ചർ, സ്റ്റുഡൻറ്, പേരൻറ്റ്. ഇതൊരു ട്രയാങ്കിളിൻ്റെ 3 മൂലകളിലും ഇരിക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ്? ഒരു ടീച്ചറുടെ ഞാൻ വർമാജിയോട് ചോദിച്ചു, എന്താണ് ഈ വിജയൻ വിളിക്കാൻ എനിക്ക് പ്രയാസം, അതുകൊണ്ട് ഞാൻ വർമാജി ഇന്ന് ഇപ്പോൾ തൽക്കാലം വിളിക്കുന്നുള്ളൂ. അപ്പോൾ വർമാജി പറഞ്ഞു, സാർ കുറെ സ്കൂളിലെ ടീച്ചേഴ്സ് ഉണ്ട്, കോളേജിൽ ആരും ഇല്ല എന്ന് പറഞ്ഞു. ഡസൻ മാറ്റർ. ഫോർ എ സ്ട്രക്ചർ, ഇഫ് ദ ഫൗണ്ടേഷൻ ഇസ് വീക്ക്, സ്ട്രക്ചർ വിൽ കൊളാപ്സ്. അത് എൻ്റെ അഭിപ്രായത്തിൽ കോളേജിൽ പഠിപ്പിക്കുന്ന അധ്യാപകരെക്കാളും കൂടുതലായിട്ട് നമ്മൾ ആദരിക്കേണ്ടത്. അടുത്ത കാലത്ത് ഒരു ടീച്ചർ പറഞ്ഞു, സാർ ഞാൻ പ്ലേ സ്കൂളിലാണ്. ഞാൻ ഉടനെ തൊഴുതു. അത് 3 വയസ്സുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സാണ് ടീച്ചേഴ്സ്. കാരണം അവർ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ടാവും ഇൻ കമ്മ്യൂണിക്കേഷൻ. സോ നൗ ലെറ്റ് മീ ടെൽ യു ഷെയർ. എനിക്കൊരു വലിയ ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ. ഹൈനസ് ഞാൻ പറയാൻ ചെയ്യുന്ന പല കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു ഷോർട്ടായിട്ട്. അത് സാരമില്ല, ഞാൻ കുറച്ചുകൂടെ വിവരിച്ച് പറഞ്ഞോളാം. ഞാൻ ചെറുതായിട്ട് ഒരു രഹസ്യം രക്ഷിതാക്കളോടും കുട്ടികളോടും പറയാണ്. എവരിബഡി കനോട്ട് ഡു എവരിതിങ്. അതുകൊണ്ട് നമുക്കെല്ലാം ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഒരു അഹംഭാവം വേണ്ട. നമുക്ക് അതിനായിട്ടുള്ള അറിവ് വേണം, നൈപുണ്യം വേണം, ആറ്റിറ്റ്യൂഡ്, മനോഭാവം വേണം. ഈ 3ഉം ക്രിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. വർമാജി പറഞ്ഞു കഴിഞ്ഞു. എന്നാലും ഞാൻ ഒരു സെന്റൻസ് പറയുകയാണ്.
കഴിഞ്ഞ 20 കൊല്ലമായിട്ട് ഐ ബീൻ ഇൻ ടു ട്രെയിനിങ്. ജഡ്ജസ്, അതായത് ഹൈക്കോടതി ജഡ്ജല്ല, അതിനും താഴെയുള്ള മുൻസിഫ്, സബ് ജഡ്ജ്, അവരോട് പോലും സംവദിക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ദെൻ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ചുറ്റും എന്താണ് നടക്കുന്നത്? നമ്മളുടെ കുട്ടികൾക്ക് എവിടെയാണ് ഓപ്പർച്യൂണിറ്റി? നമ്മളുടെ കുട്ടികളിൽ എത്ര പേര് IIT-യിൽ പോകാൻ പറ്റുന്നുണ്ട്? എത്ര പേർക്ക് IIM-ൽ പോകാൻ പറ്റുന്നുണ്ട്? എത്ര പേർക്ക് കേംബ്രിഡ്ജിൽ പോകാൻ പറ്റുന്നുണ്ട്? എത്ര പേർക്ക് ഹാർവേഡിൽ പോകാൻ പറ്റുന്നുണ്ട്? എന്തുകൊണ്ടാണ്? അവർക്ക് ബുദ്ധിയില്ലാത്തത് കൊണ്ടോ അവർക്ക് അതിനുള്ള കഴിവില്ലാത്തത് കൊണ്ടല്ല. They are not aware. So the responsibility of the teacher and the responsibility of the parent is to create an awareness. അപ്പോൾ അവർ ഇവരുടെ കൂടെ നിൽക്കണം. പണ്ടത്തെ കാലം പോയി. പേരൻസിനെ പറ്റിയുള്ള ഞാൻ പിന്നീട് സംസാരിച്ചോളാം. ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? കഴിഞ്ഞ ഒരു 10 കൊല്ലം മുമ്പ് ഇവിടെ എത്ര കോളേജുകളുണ്ട്? എഞ്ചിനീയറിംഗ് കോളേജ് എന്നറിയാമോ? 100-ൽ കൂടുതലുണ്ട്. ഈ എഞ്ചിനീയറിംഗ് കോളേജുകളിലെല്ലാം ഇന്ന് പഠിക്കാൻ ആളില്ല. കാരണം അവർക്ക് തൊഴിൽ കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ്? ആവശ്യമില്ലാഞ്ഞിട്ടല്ല, അവർക്ക് അറിവില്ല, അവർക്ക് സ്കില്ലില്ല, അവർക്ക് ആറ്റിറ്റ്യൂഡില്ല. ഈ കാരണങ്ങൾ കൊണ്ടാണ് അവർ കിട്ടാത്തത്. ഒരു 5 കൊല്ലം മുമ്പ് വരെ മെഡിക്കൽ കോളേജിന് തള്ളായിരുന്നു, ഭയങ്കര തള്ളായിരുന്നു മെഡിക്കൽ കോളേജ് ഇല്ലാനായിട്ട്. ഇപ്പോൾ നീറ്റ് എന്നുള്ളത് വന്നതോടുകൂടി അതിനും വളരെ ബുദ്ധിമുട്ടായി. ഇപ്പൊ ഞാൻ ഒരു തിരുവനന്തപുരത്ത് 370 IAS കോച്ചിങ് സെന്റർ ഉണ്ട്. ഞാൻ കഴിഞ്ഞ 15 കൊല്ലമായിട്ട് ഐ എം എ ഫാക്കൽറ്റി ഫോർ സിവിൽ സർവീസ്. അപ്പൊ ഇപ്പൊ എല്ലാവർക്കും സിവിൽ സർവീസ് മതി. ഈ സിവിൽ സർവീസ് കഴിഞ്ഞ് ആരുടെ കീഴിലാണ് ജോലി ചെയ്യാൻ പോകുന്നത്? അവർക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അറിവുള്ളവരും സംസ്കാരമുള്ളവരും ആയിരിക്കും മുകളിൽ. അല്ലെങ്കിലോ യാതൊരു സംസ്കാരമില്ലാത്തവരോ അല്ലെങ്കിൽ അറിവില്ലാത്തവരോ എഴുതാനും വായിക്കാനും മാത്രം അറിയാവുന്ന മന്ത്രിമാരുടെ കീഴിൽ ജോലി ചെയ്യേണ്ട ഗതികേടാണ് വരുന്നത്. സോ ഐ ആസ്ക് ദം, ഞാൻ ഈ കുട്ടികളോട് ചോദിക്കും, നിങ്ങൾ എന്തിനാണ് സർ വി വോണ്ട് ടു സെർവ് ദ കൺട്രി, വൈ ഡോണ്ട് യു ബിക്കം എ സ്റ്റാഫ് നഴ്സ്? ഐനസ് പറഞ്ഞ പോലെ നമുക്ക് നഴ്സസ് വേണ്ടേ, നമുക്ക് ഒരു പ്ലംബർ വേണ്ടേ, നമുക്കൊരു കാർപ്പൻറ്റർ വേണ്ടേ? സോ വി ഹാവ് ദർ ആർ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. ആർട്ടിസൻസ് ഉണ്ട്, സൂപ്പർവൈസേഴ്സ് ഉണ്ട്, അത് കഴിഞ്ഞ് ഓഫീസേഴ്സ് ഉണ്ട്, മേലോട്ടുണ്ട്. നമ്മളെ ഇപ്പം തന്നെ വളരെ ദുഃഖമുള്ള ഒരു ന്യൂസാണ് നമുക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയത്. പ്രഗത്ഭരായ സൈനികരും മരിച്ചു. സൈന്യത്തിൽ പോകണ്ടേ? സൈന്യത്തിൽ പോകാൻ ആളില്ലെങ്കിൽ ആരാണ് നമ്മുടെ രാജ്യം രക്ഷിക്കാൻ പോകുന്നത്? സോ ദർ ഇസ് എ വെറൈറ്റി. ഞാൻ ഹൈനസ് പറഞ്ഞതിനോടുകൂടി പൂർണ്ണമായിട്ട് യോജിക്കുന്നു. ദർ ആർ ഹൺഡ്രഡ്സ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. ദേ ആർ നോട്ട് അവെയർ. അവർക്ക് അതിന് അവെയർ അല്ല. ഞാൻ പറഞ്ഞു നോളജ്. എവിടെ നിന്നാണ് ഈ നോളജ് കിട്ടുന്നത്? നോളജ് ഈസ് നോട്ട് ഓൺലി ഫ്രം ബുക്സ്. നോളജബിൾ പീപ്പിൾ. ഇന്ന് അച്ഛനും അമ്മയും ആരാന്ന് മാത്രം ഗൂഗിളിൽ ചോദിച്ചാൽ അറിയാൻ പറ്റില്ല. ബാക്കി എന്ത് ചോദിച്ചാലും ആരാണ് സുന്ദർ പിച്ചൈ, ആരാണ് പിന്നെ മൈക്രോസോഫ്റ്റിന്റെ ഹെഡ്, ആരാണ് ISRO ചെയർമാൻ, ഇതെല്ലാം അറിയാം. അപ്പോൾ ദർ ഇസ് പ്ലെന്റി ഓഫ് ഇൻഫർമേഷൻ. കുട്ടികൾ അൺഫോർച്ചുനേറ്റ്ലി ദേ യൂസ് ഇറ്റ്, മിസ്യൂസ് മൊബൈൽസ്, മിസ്യൂസ് ലാപ്ടോപ്സ്. അപ്പോൾ അവരറിയേണ്ടത്, ഇന്ന് എത്ര പേർക്ക് ഇവിടെ അറിയാം? 4 പേരുണ്ടല്ലോ, അവരെ ഒന്ന് വരാൻ പറ്റുമോ? 4 എഞ്ചിനീയേഴ്സ്. എനിക്ക് അവരെ ഒന്ന് നേരിട്ട് കണ്ടാൽ കൊള്ളാമായിരുന്നു. Can you put your camera on? I think I know the names. Ashutosh Verma ഉണ്ടോ? അശുതോഷ് വർമ്മ ഇല്ല. ദെൻ ഗോപിക വർമ്മ ഇല്ല. നിഖില വർമ്മ, ഗീതിക, ഇവരാരുമില്ല. ഡു യു നോ, നമ്മളുടെ ഒരു ഇന്ത്യനാണ് ഈ ആദ്യത്തെ ഇമെയിൽ. ഗോപിക, ഐ എം വെരി ഗ്ലാഡ് ദാറ്റ് യു ആർ ജോയിനിങ്. പ്ലീസ് കീപ് യുവർ അൺമ്യൂട്ട് ചെയ്യൂ. യെസ്, വെരി ഗുഡ്. ഗോപിക വർമ്മ ഏത് ബ്രാഞ്ചാണ്? കമ്പ്യൂട്ടർ സയൻസ്. ഫാന്റാസ്റ്റിക്. അപ്പൊ യു ഹാവ് ടു ആൻസർ മീ. ഗോപിക വർമ്മയുടെ അച്ഛനുണ്ടോ ഇവിടെ? ഇല്ല അല്ലേ? അച്ഛനമ്മ ആരും ഇല്ല, ഇതിനകത്തില്ല. ഓക്കെ, ആരാണ് ആദ്യത്തെ ഇമെയിൽ ഉണ്ടാക്കിയെന്ന് അറിയാമോ? യു ക്യാൻ നോട്ട് ഡൗൺ. ഡോക്ടർ അയ്യാദുരൈ. അദ്ദേഹം ബോംബെയിൽ, തമിഴ്നാട്ടുകാരനാണ്, ബോംബെയിൽ ജീവിച്ചിരുന്നു. ടുഡേ ഹി ഈസ് എ പ്രൊഫസർ ഇൻ MIT, മാസച്യൂട്ട്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. അദ്ദേഹമാണ് ആദ്യമായി. നമുക്ക് നമ്മളുടെ ആളെ പറ്റി ഒരു മതിപ്പുമില്ല. ഒരു സായിപ്പ് പറഞ്ഞോ എന്ന് വെച്ചാൽ അവർ മോശക്കാരാന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നമ്മളെ ബ്രിട്ടീഷുകാർ ഭരിച്ചതിൽ അവരുടെ ഒരു നല്ല ഗുണങ്ങൾ നമ്മൾ കോപ്പി ചെയ്തിട്ടില്ല. വി ഹാവ് ഫോളോഡ് ദ ബ്യൂറോക്രസി, ഡിവൈഡ് ആൻഡ് റൂൾ. ഇതാണ് അവർ ചെയ്തത്. അത് നമ്മൾ കൃത്യമായിട്ട്
അത് ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാനിപ്പോ IIT എവിടെയാണ് പിന്നെ ഗോപിക പഠിച്ചത്? ചെങ്ങന്നൂർ അയ്യച്ചാടി കോളേജ്. ഓ യെസ്, ചെങ്ങന്നൂരിൽ. ഐ തിങ്ക് ഇറ്റ്സ് മസ്റ്റ് ബി അബൌട്ട് 20 years old അല്ലേ? ഏത് കമ്പ്യൂട്ടർ സയൻസ്? ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഐ എം ഗ്ലാഡ് ദാറ്റ് അറ്റ്ലീസ്റ്റ് വൺ പേഴ്സൺ ഹസ് കം ഇൻ, മറ്റവരില്ല. അപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെയുള്ള ഓപ്പർച്യൂണിറ്റി, വൈ ഡോണ്ട് യു തിങ്ക് ഓഫ് ജോയിനിങ് ഒരു ഹാർവാർഡിലോ സ്റ്റാൻഫോർഡിലോ പഠിക്കണമെന്നൊരു ആഗ്രഹം ഇന്ന് മുതൽ വരട്ടെ, നിങ്ങളുടെ പേരൻസിന് വരട്ടെ. എല്ലാവർക്കും എന്ന് വെച്ചാൽ ജോലി വേണം, പഠിച്ചു എൻ്റെ മുറ്റത്ത് കിട്ടിയാൽ കൊള്ളാം, പിന്നെ എൻ്റെ കോർട്ട്യാർഡിലാണെങ്കിൽ അതിലും നല്ലത്. അപ്പം യു മസ്റ്റ് ഫ്ലൈ. നമ്മൾ ഇവിടെ ഞാൻ ഐ ഡോണ്ട് എഗ്രി വിത്ത് യു ദാറ്റ് ഇവിടെ പേരൻസിനോട് ഞാൻ എഗ്രി ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ വെളിപ്പാടിനകത്ത് എൻ്റെ മക്കളുണ്ടായിരിക്കണം. എന്ത് പ്രയോജനം? ഞങ്ങളുടെ കുട്ടികൾ 2 പേരും US അവരുടെ സ്പൗസസും ഓൾ ഓഫ് ദം ഇവിടെ ട്രിവാൻഡ്രത്തൊക്കെ പഠിച്ചവരാണ്. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ഇപ്പൊ CET എന്നുള്ള പേരിലാണ് ഇപ്പൊ അറിയപ്പെടുന്നത്. അപ്പോൾ അവിടെ പഠിച്ചവരാണ് അവർ. ഓൾ ദ 4 ആർ വർക്കിംഗ് ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഇവര് നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് ഉണ്ടായാലോ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ അവർ ചെന്നൈയിലായിരിക്കും ചിലപ്പോൾ. സോ ഡോണ്ട് ബി സെൽഫിഷ്. എനിക്ക് പേരൻസിനോട് പറയാനുള്ളത്, സ്വാർത്ഥരാകരുത്. ഇവർക്ക് എവിടെ പോകണം? നാളെ ചന്ദ്രനിൽ പോയി പഠിക്കണമെങ്കിൽ ചന്ദ്രനിൽ പോയി പഠിപ്പിക്കുക. പോയി ശിവനോട് ചോദിക്കുക, ഡോക്ടർ ശിവനോട് ചോദിക്കുക, സാറേ എങ്ങനെയാണ് ഞങ്ങൾ. പിന്നെ മലയാളികൾക്ക് ഒരു വലിയ പ്രശ്നമുണ്ട്, അഹംഭാവം. ആരെങ്കിലും ഒരാൾ സാറിന് വിളിച്ച് കേട്ടിട്ടുണ്ടോ? എനിക്കൊരു വലിയ ദൈവം തന്ന ഒരു വരമാണെന്ന് ഞാൻ പറയുള്ളൂ. വർമാജി പറഞ്ഞു, ഞാൻ 27 കൊല്ലം കഴിഞ്ഞ് സ്വയം വിരമിച്ചു. ഞാൻ സ്വയം വിരമിക്കാൻ പ്രധാന കാരണങ്ങളുണ്ട്. വൺ ഓഫ് ദ റീസൺ വാസ് ഐ വാസ് റിഫ്യൂസ്ഡ് പെർമിഷൻ ടു ഗോ ഫോർ PhD in IIT ബോംബെ. അപ്പൊ ഞാൻ തീരുമാനിച്ചു, ഇത് ഇന്നല്ലെങ്കിൽ ഇന്നല്ലേ ആജ് നഹി തോ കൽ, ഇത് പാസ്സായിട്ട് തന്നെ കാര്യം. ഐ ടുക്ക് ഫൈനലി എ PhD ഫ്രം കൊച്ചിൻ യൂണിവേഴ്സിറ്റി. സോ അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇൻട്രസ്റ്റ് അല്ല നോക്കണ്ടേ കുട്ടി. ഐ വിൽ കം ടു ദാറ്റ്. ഓക്കെ. സോ സർ ഫ്രാൻസിസ് ബേക്കൺ, ഞാൻ പറഞ്ഞു തീർത്തില്ല. നോളജ് നമ്മൾ പുസ്തകത്തിൽ നിന്ന് കിട്ടാം, നോളജബിൾ പേഴ്സൺസ്. ആക്ച്വലി ഇന്ന് ഒരാളുമായിട്ട് എൻ്റെ ഒരു ഗുരു എന്ന് വേണേൽ പറയാം. ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് ഹീസ് എ മജീഷ്യൻ. അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഞാൻ സാറിൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് വന്ന് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാൻ. ഈസ് എ സ്റ്റേജ് മജീഷ്യനാണ്. ഗോപിനാഥ് മുതുകാടിൻ്റെ ശിഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് ഞാൻ. ഗോപി സാറും എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് മാജിക് എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആരും അടുത്ത മീറ്റിങ്ങിന് മാജിക് കാണിക്കണമെന്ന് പറയരുത്. മാജിക് കാണിക്കില്ല എന്ന് ഉറപ്പ് തരാം. അപ്പൊ അദ്ദേഹം പറയുന്നത് കേട്ടപ്പോൾ ഞാൻ വാവിളിച്ചു പോയി. ഇത്രമാത്രം അറിവ്. സോ യു മസ്റ്റ് പ്ലീസ് ഡോണ്ട് മിങ്കിൾ വിത്ത് പീപ്പിൾ ഹു ഹാവ് ഗോട്ട് നോ വാല്യൂ. യാതൊരു വിലയുമില്ലാത്തവരടുത്ത് കൂടെ പണമല്ല, മണി ഈസ് നത്തിങ് എന്ന് വെച്ച് പണം വേണ്ടേ? പണം വേണം, നമുക്ക് ജീവിക്കാൻ പണം വേണം. സോ യു അക്വയർ നോളജ് ഫ്രം ഓൾ സോർട്സ് ഓഫ് തിങ്സ്. വായിച്ച് അറിയാം, കേട്ടറിയാം. പണ്ടത്തെ ആളുകൾ പറയും കണ്ടറിയണം, കൊണ്ടറിയണം. അതായത് നമ്മൾ വേറൊരുത്തനുമായിട്ട് സംസാരിക്കുമ്പോഴാണ് അറിയുന്നത് നമ്മൾ ആരുമല്ല. നമ്മൾ വിചാരിക്കും നമ്മൾ ആനയാണ്, പൂനെയാണ്. നമ്മൾ അപ്പോഴറിയുന്നു ആ ആൾക്ക് നമ്മളെക്കാൾ വളരെ വളരെ അറിവുള്ളവരാണ്. സോ നോളജ്, സ്കിൽ, നൈപുണ്യം. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നൈപുണ്യം എന്ന് പറയുന്നത് എല്ലാത്തിലാകാം. ഒരു എഞ്ചിനീയർക്ക് ഇപ്പൊ ഗോപികയ്ക്ക് ഗോപിക ഒരു വാക്കൊന്ന് എഴുതിയെടുത്തിട്ടുണ്ട്, ഒരു പേര്. പ്ലീസ് റൈറ്റ് ഡൗൺ വൺ നെയിം. അത് മറ്റുള്ളവർ എഴുതുന്നത് തെറ്റൊന്നുമില്ല. ഡോക്ടർ ബെൽബിൻ. വിദ്യാർത്ഥികൾ എഴുതണം. ഡോക്ടർ ബെൽബിൻ, BELBIN. അദ്ദേഹം ടീം റോൾസിനെ പറ്റി നമുക്ക് 9 ടൈപ്സ് ജോലി ചെയ്യാം. അപ്പൊ ഈ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ നമ്മൾ അത് ഞാൻ വരുന്നുണ്ട്, ഡീലിലോട്ട് വരുന്നുണ്ട്. സോ പീപ്പിൾ ഹു പാസ്, ഇപ്പൊ ഗോപിയെ പോലെയുള്ള മറ്റുള്ള 4 പേരും അൺഫോർച്ചുനേറ്റ്ലി ദേ ആർ നോട്ട് ഹിയർ. ചിലപ്പോൾ കേൾക്കുന്നുണ്ടാവും, അവർക്ക് എന്തെങ്കിലും പ്രോബ്ലം കൊണ്ട്. അങ്ങനെ ഐ ഓൾവേസ് ടേക്ക് തിങ്സ് ഇസ് പോസിറ്റീവ്. അല്ലാതെ അവര് അലസത കൊണ്ടല്ല, അവർക്ക് എന്തെങ്കിലും പ്രോബ്ലം കാണും. അപ്പൊ ഗോപിക പ്ലീസ് ഷെയർ വിത്ത് അതേഴ്സ് കേട്ടോ. അപ്പൊ ഈ ഡോക്ടർ ബെൽബിൻ മുമ്പേ പറഞ്ഞ പോലെ ഡോക്ടർ ബെൽബിന് നെറ്റിൽ അടിച്ചാൽ മതി, ഗൂഗിളിൽ അടിച്ചാൽ അദ്ദേഹത്തിന്റെ ടീം റോൾസ് കിട്ടും. സോ അതിലേതാണ് നമ്മൾ ഫിറ്റിംഗ് ചെയ്യുന്നത്? ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, എല്ലാവർക്കും എല്ലാം ചെയ്യാൻ പറ്റില്ല. Now, there is no wealth better or higher than knowledge. നമ്മുടെ ഈ നോളജ് പോകുന്നത് ഒറ്റ സമയത്താണ്. ഒന്ന്, യു ആർ നോട്ട് ഷെയറിങ് വിത്ത് അതേഴ്സ്. ഇന്ന് എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് 10 പേരെ കൈകൊട്ടി വിളിച്ച് പറയണം. സാർ ഇത് പറഞ്ഞു, ഇതിനകത്ത് എന്തെങ്കിലും കാണും. അവര് പോയി വേറെ 10 പേരോട് പറയും. സോ ദിസ് വിൽ ഗോ. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്തില്ലെങ്കിൽ ആ നോളജ് പോയി. സോ നോളജ് വിൽ ബി ലോസ്റ്റ് ഓൺലി ഇൻ സം കണ്ടീഷൻ. ദെൻ സ്കില്ലിനെ പറ്റി പറഞ്ഞു. ഇപ്പൊ ആസ് എൻ എഞ്ചിനീയർ
എല്ലാവർക്കും ഉണ്ട്, എഞ്ചിനീയേഴ്സിന് മാത്രം. ഒരു CA ഉണ്ടായിരുന്നല്ലോ, ആ CA എവിടെ പോയി? CA വന്നിട്ടുണ്ടോ? there was one person, ഞാൻ പേര് പെട്ടെന്ന് നോക്കിയിട്ടില്ല. മധുമാർ വർമ്മയായിരിക്കും ചെയ്യുമെന്ന് പറഞ്ഞത്. ആര് ഉണ്ടോ? ആളുണ്ടോ ചാർട്ടേഡ് അക്കൗണ്ടന്റ്? ഇപ്പൊ പാസ്സായി, ഈ സ്റ്റുഡൻസിന്റെ കൂട്ടത്തിലാണ് CA എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്. ഇനി ഇറ്റ് ഡസന്റ് മാറ്റർ. അപ്പൊ എന്താണെങ്കിലും അതുപോലെ ഒത്തിരി ഡിഗ്രി സ്റ്റുഡൻസ് ഉണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, there are rules. അവർ ബോട്ടണി ആയിക്കോട്ടെ, സുവോളജി ആയിക്കോട്ടെ, ബയോളജി ആയിക്കോട്ടെ, സുവോളജി ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, they have a space. I am telling you. മലയാളം ആയിക്കോട്ടെ, ലിംഗ്വിസ്റ്റിക്സ്, മലയാളം, ഹിന്ദി, സാൻസ്ക്രിറ്റ്, ഇംഗ്ലീഷ്, അവർക്ക് സ്പേസ് ഉണ്ട്. ആ സ്പേസ് അവർ കണ്ടുപിടിക്കാനാണ് പേരൻസ് ഹെൽപ്പ് ചെയ്യേണ്ടത്. അല്ലാതെ അവരോട് പറഞ്ഞിട്ട് അവരെ ഒരിക്കലും നിരുത്സാഹപ്പെടുത്തരുത്. ബൈ മിസ്റ്റേക്ക് ആയിരിക്കും അവർ, ഡസന്റ് മാറ്റർ. അവർക്ക് താല്പര്യമുണ്ട്, അവർ പഠിക്കുകയാണെങ്കിൽ. ആൻഡ് ഞാൻ എൻ്റെ നമ്പർ ഞാൻ വർമാജിയോട് പറയാം, ഇറ്റ് ക്യാൻ ബി ഷെയർഡ് വിത്ത് ഓൾ. only thing, എന്നെ രാത്രി 9 മണിക്ക് വിളിക്കരുത്, ഞാൻ 9 മണിക്ക് ഉറങ്ങും. and I get up at 5 o'clock. You can send me a message, sir, I am so and so, I want to talk to you. നിങ്ങൾ വിളിക്കണ്ട, ഞാൻ തിരിച്ചു വിളിക്കും. I'll call you back. Okay, so then attitude ഒരു നല്ല ചെറിയൊരു കഥ പറയാം, അതെല്ലാം ശ്രദ്ധിച്ച് കേൾക്കണം. ഈ എൻ്റെ അച്ഛൻ ഭയങ്കര കർക്കശത്വമുള്ള ആളായിരുന്നു. അച്ഛനെ എന്നെ മെഡിക്കൽ കോളേജ്, ഞാൻ പറഞ്ഞ അച്ഛൻ ഞാൻ പോകില്ല, എനിക്ക് മെഡിക്കൽ കോളേജ് എന്താണെന്ന് ചോദിച്ചു. എനിക്ക് രക്തം കാണുന്നത് ഇഷ്ടമല്ല. പിന്നെ ഒന്ന് പറഞ്ഞു, എനിക്ക് രാത്രി സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം. ഒരു നല്ല ഡോക്ടറാണെങ്കിൽ ദേ ആർ ഓൺ കോൾ ഡോക്ടേഴ്സ്. പിന്നെ എഞ്ചിനീയറിങ്ങിന് പോയി. ഇവിടുന്ന് കേരളത്തിൽ നിന്ന് 2 പേർക്കാണ്, വർബാജിക്ക് അറിയാമെന്ന് അറിഞ്ഞുകൂടാ, 2 പേർക്കാണ് അന്ന് ബാബ ടോക്സിന്റെ ട്രെയിനിങ് ആയിട്ട് സെലക്ട് ചെയ്തു. ഒന്ന് ISRO ചെയർമാനായി മാധവൻ നായരും ഞങ്ങൾ 2 പേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര പ്രേമമായി. ഈ സ്ത്രീകളോടല്ല, പ്രേമം അറ്റോമിക് എനർജിയോടാണ്. എനിക്ക് ഇങ്ങോട്ട് വരാൻ കഴിയില്ല. എനിക്ക് താരാപൂർ അറ്റോമിക് പവർ പ്ലാന്റിൽ പോകണം. സോറി, താരാപൂർ അല്ല, രാജസ്ഥാനിലുണ്ട്. എൻ്റെ വർമാജി സ്ഥലത്തിൻ്റെ പേരെന്താ, കോട്ടായി പോകണം. കോട്ടായി പോയെങ്കിൽ ഞാൻ ചിലപ്പോൾ ഉണങ്ങിപ്പോയേനെ, കാരണം അത്ര ഇതാണ്. ബട്ട് ദെൻ മൈ ഫാദർ വാസ് എന്താ പറയുക, സുഗ്രീവൻ എൻ്റെ ആജ്ഞ പോലെയാണ്, നീ ഇങ്ങോട്ട് വന്നില്ലേ ഞാൻ അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. എനിക്ക് ഈ ഇവരൊക്കെ പോയ പോലെ വല്ല ഇതിലും വന്ന്, അതും വർമാജിക്ക് അറിഞ്ഞൂടാ. എനിക്ക് പെർമനന്റ് കമ്മീഷൻസ് എന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതാണ്. അച്ഛൻ സമ്മതിച്ചില്ല. അച്ഛൻ ഈ സോർട്ട് വിത്ത് ദാറ്റ്, കുറച്ച് പിന്നെ സ്ഥലങ്ങളൊക്കെ ഉള്ള ഒരു പ്രതാപിയായിരുന്നു. അപ്പൊ സോർട്ട് വിത്ത് ദാറ്റ് ആ ലെറ്റർ ഒന്നും എനിക്ക് വന്നില്ല. ഞാൻ ഇടയ്ക്ക് ബോംബെക്ക് പോവുകയും ചെയ്തു. സോ യു മസ്റ്റ് ഡു വാട്ട് യു ലവ്, നോട്ട് യു ഡു വാട്ട് യുവർ പേരൻസ് വാണ്ട് യു ടു ഡു. അത് തന്നെയാണ് ഹൈനസ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ആ എക്സാമ്പിൾ പറഞ്ഞത്, ഇങ്ങനെയുള്ള കർക്കശനായിട്ടുള്ള ഒരാളുടെ മകൻ ഇന്റർവ്യൂവിന് പോവുകയാണ്. അവനെ അങ്ങോട്ടും ഇടത്തോട്ടും തിരിയാൻ സമ്മതിക്കില്ല, വലത്തോട്ടും തിരിയാൻ സമ്മതിക്കില്ല. അത്ര കർക്കശത്വമാണ്. ഒത്തിരി നല്ല കാര്യം. അപ്പൊ ഈ പയ്യൻ ഇന്റർവ്യൂവിന് പോയി. ഇന്റർവ്യൂവിന് ശ്രദ്ധിച്ച് കേൾക്കണം. ഇന്റർവ്യൂ ഇത് വാട്സപ്പിൽ കൂടെ വന്ന കഥയാണ്, ചിലരൊക്കെ കേട്ട് കാണും. ഇന്റർവ്യൂവിന് ചെന്നപ്പോൾ എഴുതിയിട്ടുണ്ട് 3ാമത്തെ നിലയിലാണ് ഇന്റർവ്യൂ. അപ്പോൾ ആദ്യത്തെ നിലയിലോട്ട് കയറുമ്പോൾ അവിടെ ഒരു കാർപ്പറ്റ് മാറിക്കിടക്കുന്നു. ഇയാളെ പയ്യനെടുത്ത് കാർപ്പറ്റ് എടുത്ത് നേരാൻ വേണ്ടിയിട്ടു. കാരണം വീട്ടിൽ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, കാർപ്പറ്റ് വൃത്തികേടായിട്ട് ഇടരുത്, ചെടിച്ചട്ടി എങ്ങനെ വയ്ക്കണം, ഫോൺ എവിടെ വയ്ക്കണം, ഭയങ്കര സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷനാണ്. അടുത്ത നിലയിലോട്ട് കയറിയപ്പോൾ ലൈറ്റും ഫാനും ഓണാണ്. ഈ പയ്യൻ പോയി എല്ലാ ലൈറ്റും ഫാനും ഓഫ് ചെയ്തു. 3ാമത്തെ നിലയിൽ ചെന്നപ്പം ആളുകളെല്ലാം കാത്തിരിക്കുകയാണ് ഇന്റർവ്യൂവിന്. അപ്പോൾ ഇയാളൊരു മൂലയ്ക്ക് പോയിരുന്നു, ഉന്തിത്തള്ളി പോവാതെ പോയിരുന്നു. അയാളുടെ ടേൺ ആയപ്പം അയാൾ ഇന്റർവ്യൂ ഹാളിൽ ചെന്നു. അപ്പോൾ അവർ ആദ്യത്തെ അപ്പോൾ ഇയാൾ ഇരിക്കാൻ പറഞ്ഞു. പ്ലീസ് സിറ്റ് ഡൗൺ. ഈ സാർ, വെൻ ക്യാൻ യു ജോയിൻ? ദിസ് ബോയ് വാസ് ഫ്ലാബർഗാസ്റ്റഡ്. സാർ എന്നെ ഇന്റർവ്യൂ ചെയ്തില്ലെന്ന്. നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. വി ഹാവ് സീൻ യു. നിങ്ങൾ ഈ ഹാളിൽ വന്ന് അന്നേരം മുതൽ എങ്ങനെയാണ് നിങ്ങളുടെ പെരുമാറ്റം, വാട്ട് വാസ് യുവർ ബിഹേവിയർ, ഹൗ ഡിഡ് യു കണ്ടക്ട് യുവർ സെൽഫ്, ആൻഡ് യു ഹാവ് എൻ ആറ്റിറ്റ്യൂഡ്. ഇതാണ് നമുക്ക് വേണ്ടത്. യുവർ ആറ്റിറ്റ്യൂഡ് വിൽ ഡിസൈഡ് യുവർ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്. നമ്മളുടെ ആറ്റിറ്റ്യൂഡാണ്, ഓൾട്ടിറ്റ്യൂഡ് എന്നത് ഹൈറ്റ് ആണ്. സോ ദിസ് ഇസ് സംതിങ് വിത്ത് ജനറ്റിക് ആണ്. പക്ഷേ ടീച്ചേഴ്സും മാതാപിതാക്കളും വിചാരിച്ചാൽ ആറ്റിറ്റ്യൂഡിന് ചെറിയ മാറ്റം വരുത്താൻ പറ്റും. അത് മതി. അതായത് നെഗറ്റീവിൽ നിന്ന് 0 ആയാൽ മതി, പോസിറ്റീവ് ആകണ്ട. പോസിറ്റീവ് ആക്കാൻ പ്രയാസമായിരിക്കും, പിന്നെ കാലക്രമേണ പോസിറ്റീവ് ആയിക്കോളും. ഓക്കെ, നൗ ഞാൻ വേറൊരു പ്രധാന കാര്യം പറയാൻ പോവാണ്. ആദ്യം പറഞ്ഞ പോലെ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. ഇപ്പം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരും ജോലി ചെയ്യാൻ സാധ്യതയുള്ളവരും, യു വിൽ നോട്ട് ഗെറ്റ്
what you deserve. You will not get what you deserve. You will get only what you negotiate. ഇനി ഈ ജോലിയുള്ളവരെല്ലാം ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കിയോ. നിങ്ങൾക്കെല്ലാം ഡിസർവ് ചെയ്ത് കിട്ടിയിട്ടുണ്ടോ? ഉണ്ടോ? ആരെങ്കിലും ഒന്ന് പറയൂ. പേരൻസ് പറയട്ടെ, കിട്ടിയിട്ടുണ്ടോ? യെസ് ഓർ നോ? ആരും പറയുന്നില്ല. എല്ലാവരും കിട്ടിയിട്ടുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നില്ല. നോ. ഒരാൾ മതി. ഒരാൾ പറഞ്ഞാൽ റെപ്രസെന്റ്സ് എൻറ്റയർ പോപ്പുലേഷൻ. കാരണം നമുക്ക് മടിയാണ് പറയാൻ. എനിക്കത് ഞാൻ ഡിസർവിങ് ആയിരുന്നു, എനിക്ക് കിട്ടിയില്ല. സോ യു ആർ നോട്ട് നെഗോഷിയേറ്റഡ്. ഇന്ന് പറയാണ് നമ്മുടെ ഇന്ന് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഇന്ത്യയിൽ നരേന്ദ്രമോദിയാണ്. അദ്ദേഹമാണ് പ്രൈം മിനിസ്റ്റർ. അദ്ദേഹം 5 മിനിറ്റ് നമ്മളോട് ആരെങ്കിലും സംസാരിക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ, ഇഫ് യു ക്യാൻ നെഗോഷിയേറ്റ് വിത്ത് ഹിം, അതായത് നെഗോഷിയേഷൻ 5 പകരം 6 തരാമോ എന്നല്ല ചോദിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിന് താല്പര്യമുള്ള ഒരു വിഷയമാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ ഈ 5 മിനിറ്റ് അരമണിക്കൂറാവും. ദിസ് ഇസ് വാട്ട് ഐ എം ടെലിംഗ് ബൈ സേയിങ് യു ആൻഡ് ഇത് പറഞ്ഞത് ആരാ? വർമാജിയോ ഞാനോ ഒന്നും അല്ല. ഡോക്ടർ വേണമെങ്കിൽ നോട്ട് ചെയ്തോളൂ. ചെസ്റ്റർ കാരസ്, നോട്ട് CHESTER, ചെസ്റ്റർ കാരസ്, KARASS, ചെസ്റ്റർ കാരസ്. അപ്പം അദ്ദേഹം വേൾഡ് വൈഡ് നെഗോഷിയേറ്റർ ആണ്, US-ലാണ്. നമ്മുടെ ഇവിടെ വക്കീല്, അധ്യാപകൻ, എഞ്ചിനീയർ, ഡോക്ടർ എന്ന് പറയുന്നത് നെഗോഷിയേറ്റർ എന്ന് പറയുന്ന ഒരു തൊഴിലാണ്. And he has written lot of books. Okay. Now, see, one thing I want to tell knowledge. You can be contented. You should not be contented with position, money, etc., etc., etc. But you should not be contented with knowledge. എനിക്ക് നോളജ് മതി, ഞാൻ എത്തിക്കഴിഞ്ഞു, എവറസ്റ്റ് കൊടുപടി എന്ന് തീരുമാനിച്ചെങ്കിൽ അതോടെ നമ്മൾ തകർന്നു. നമ്മളെപ്പോഴും വിചാരിക്കും ഐ വോണ്ട് ടു ലേൺ മോർ, നോട്ട് ഐ വോണ്ട് ടു ഏൺ മോർ. അത് തെറ്റില്ല. ബട്ട് ദെൻ then I'm coming to students specially now. Unfortunately, ഗോപിക മാത്രമേ ഉള്ളൂ, മറ്റുള്ളവരെ കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. വർമാജി മറ്റുള്ളവർ ലൈനിൽ അല്ല, വേറെ ഉണ്ട് സാർ, വേറെ ഉണ്ട്. ഇപ്പൊ ഗീതികയുണ്ട്. ഗീതികയൊന്നും പിന്നെ വീഡിയോ ഓൺ ചെയ്യില്ല എന്നുള്ളതുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞാൻ പറയാൻ പോകുന്നത്. പ്ലീസ് ഡോണ്ട് ഫീൽ ഇൻഫീരിയർ. നമ്മൾ ആരെക്കാളും താഴെയല്ല, നമ്മൾ ആരെക്കാളും മുകളിലുമല്ല. ഡോണ്ട് ഹാവ് എൻ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. ഡോണ്ട് ഹാവ്. നമ്മളൊക്കെ കൂടിയ ആൾക്കാരാണ്, അല്ല, നമ്മളെക്കാളും കൂടിയ ആൾക്കാർ വേറെ ഉണ്ട്. സോ വി ഡോണ്ട് ഹാവ് എൻ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. പിന്നെ ആരും ആരെക്കാളും വലിയവരല്ല, ആരും ആരെക്കാളും ചെറിയവരുമല്ല. നമുക്ക് എല്ലാവർക്കും നമ്മളുടേതായ വലിപ്പമുണ്ട്. ഇവിടെയാണ് വി ക്രിയേറ്റ് അവർ സിഗ്നേച്ചർ. രാജകുടുംബത്തിലെ അംഗങ്ങളാണ് നിങ്ങളെല്ലാവരും. എനിക്ക് ഒത്തിരി കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ, പക്ഷെ എനിക്ക് പല കാര്യങ്ങളും അറിയാം. ആരാണ് സ്വാതന്ത്ര്യ തിരുനാൾ, ആരായിരുന്നു കൊട്ടാരത്തിൽ തമ്പുരാൻ. ഇപ്പോഴും ഞാൻ നെറ്റിപ്പോയി നോക്കി, ഇവിടെ ധാരാളം പേര്, അശ്വതി, അങ്ങനെ പലരെയും ഞാൻ കണ്ടു. അവരുടെയൊക്കെ ഒരു രക്തം നിങ്ങളിലുണ്ട്. സോ യു ആർ നോട്ട് ജസ്റ്റ് ഓർഡിനറി പീപ്പിൾ, ബട്ട് യു ഷുഡ് നെവർ തിങ്ക് യു ആർ സുപ്പീരിയർ. And you should no need to think you are inferior also. ഇനി ഏത് ജോലിയും മറ്റൊരു ജോലിയെക്കാളും മഹത്വം കൂടിയതല്ല, കുറഞ്ഞ എല്ലാവർക്കും അതേ ജോലി. ഇപ്പൊ അതാണ് ഞാൻ പറയുന്നത്, ഹൈനസ് പറഞ്ഞു കഴിഞ്ഞു. ഹൈനസ് ഹെയർ ഡ്രസ്സർ എന്ന് പറഞ്ഞ ഒരു ബാർബറാണ്. നമ്മൾ കേമായിട്ട് പറഞ്ഞതേ ഉള്ളൂ ഹെയർ ഡ്രസ്സർ. അപ്പൊ അതിനകത്ത് ആരും മോശക്കാരല്ല, ആരും കേവന്മാരുമല്ല. നോ ടോപ്പിക് ഈസ് ഇൻഫീരിയർ. നോ ടോപ്പിക്. ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കുകയാണ്, ഞാനാണ് കേമൻ. ഞാൻ MBAക്ക് പഠിക്കുകയാണ്, ഞാൻ. അങ്ങനെ ഒന്നുമില്ല. നമുക്ക് അറിവില്ലാത്ത പല കാര്യങ്ങളും. ഞാൻ അടുത്ത കാലത്ത് കുറച്ച് ദിവസം കേട്ടു, സുരേഷ് ഗോപിയുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആരെങ്കിലും പോയിട്ടുണ്ടോ എന്ന് അറിഞ്ഞില്ല. 5 ഇഞ്ചോട് ഇഞ്ചെന്നാണ് അതിൻ്റെ പേര്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുമായിട്ടുള്ള മത്സരമാണ്. അതിൻ്റെ ആ കമേഴ്ഷ്യൽ ആസ്പെക്റ്റ് ഒക്കെ പോട്ടെ, ബട്ട് അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ പലതും നമുക്ക് അറിഞ്ഞൂടാ. അപ്പോഴാണ് നമുക്കറിയുന്നത്. നമുക്ക് ഒരു ഫുട്ബോൾ എല്ലാവരും മനസ്സിലൊന്ന് കാണുക, പേരൻസും കാണണം, കുട്ടികളും കാണണം. ഒരു ഫുട്ബോളിൻ്റെ സൈസിലാണ് നമുക്ക് അറിയേണ്ട അറിവ്. നമുക്കറിയാവുന്നത് ഒരു നുള്ളു പോലും ഇല്ല. ആ ചെറിയ നുള്ളു പോലുള്ള അറിവ് വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ കളി കളിക്കുന്നത് മുഴുവൻ. ഓക്കെ, നൗ കമ്മിങ് ടു ദി ചോയ്സ് ഓഫ് സ്ട്രീം. അത് പ്രധാനമാണ് ഇന്ന് പറയേണ്ടത്.
ചോയ്സ് ഓഫ് സ്ട്രീം നമുക്ക് പണ്ടത്തെ കാലത്ത് പറയും, ഞാനാണ് തീരുമാനിക്കുന്നത് നീ ഏതിന് പോകണം. ദാറ്റ് ഇസ് ഗോൺ. രക്ഷിതാവും വിദ്യാർത്ഥിയും ഒരു ടേബിളിൽ ഇരുന്നുകൊണ്ട് ചർച്ച ചെയ്യണം. ഇവിടെയാണ് ഒരു വാക്കോടെ എല്ലാവരും ഒന്ന് എഴുതണം, SWOT, സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി ആൻഡ് ത്രെറ്റ്. എല്ലാവർക്കും ഉണ്ട്. സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ഓണസ്റ്റി ആകാം സ്ട്രെങ്ത്, ഇന്റഗ്രിറ്റി ആകാം സ്ട്രെങ്ത്, നമുക്ക് പിന്നെ പാടാനറിയാം അതായിരിക്കാം സ്ട്രെങ്ത്, അല്ലെ നമുക്ക് നല്ല ഒരു ശില്പി. ഇന്ന് പറയുന്നു കാനായി കുഞ്ഞിരാമനെ പോലെ ആ ലെവലിലുള്ള എത്ര ശില്പികളുണ്ട് ഇന്ന് കേരളത്തിൽ. നമുക്കൊരു ശില്പിയാകാൻ പറ്റുമോ? ശ്രമിക്കാൻ. അത് ഇറ്റ് ഈസ് നോട്ട് സംതിങ് വിച്ച് യു ക്യാൻ ഗെറ്റ് ട്രെയിൻ. സോ സ്ട്രെങ്ത്, നമ്മുടെ സ്ട്രെങ്ത് എന്താണ്? നമ്മളുടെ എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ കുട്ടികളുടെ സ്ട്രെങ്ത് എന്താണ്? കുട്ടികളെ ഒന്ന് ഒബ്സർവ് ചെയ്താൽ മതി. ചുമ്മാതിരിക്കുമ്പോൾ ഇന്ന് അവരുടെ കയ്യിൽ നിന്ന് കുറച്ച് റെസ്റ്റ് കൊടുക്കണം. അവരുടെ കയ്യിൽ നിന്ന് ആ മൊബൈൽ ഒന്ന് കുറച്ച് നേരം മേടിച്ച് മാറ്റി ഇട്ട് കഴിഞ്ഞാൽ ദേ വിൽ സ്റ്റാർട്ട് തിങ്കിങ്. ഇവർക്ക് ആലോചിക്കാൻ സമയമില്ല. ഈ ഇതിനകത്ത് കുത്തിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ അറിയാൻ പറ്റുന്നത്? വീക്ക്നെസ്, ഓർമ്മക്കുറവാകാം വീക്ക്നെസ്. അല്ലെ നമുക്കൊരാൾ ഇഷ്ടം, നമ്മളെ പോലെയുള്ളവർ, വി ലൈക്ക് പീപ്പിൾ ഹു ടോക്ക് ലൈക്ക് us, ടു വാക്ക് ലൈക്ക് us. നമുക്ക് നമ്മളെ പോലെയുള്ളവർ ഇഷ്ടമല്ല. വെളുത്തവർക്ക് കറുത്തവരോട് പുച്ഛമാണ്. കറുത്തവരാണെങ്കിൽ വെളുത്തവരെ കണ്ടാൽ തുപ്പും, വേറെ ഒന്നും ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് വാട്ട് ഈസ് ഓപ്പർച്യൂണിറ്റി? അവസരം, ഓപ്പർച്യൂണിറ്റി വിൽ നോട്ട് നോക്ക് അറ്റ് യുവർ ഡോസ് ട്വൈസ് എന്നാ പറയുന്നത്. നമ്മളിങ്ങനെ കാത്തിരിക്കണം. ഞാനിന്ന് വർമ്മയോട് പറയായിരുന്നു, യു മസ്റ്റ് സിറ്റ് ലൈക്ക് എൻ ഈഗിൾ. നമ്മളിങ്ങനെ നോക്കിയിരിക്കും. ഓപ്പർച്യൂണിറ്റി വന്നു. എങ്ങനെയാണ് തവള കൊതുകിനെ പിടിക്കുന്നത്? തവള വായും പൊളിച്ചിരിക്കുകയാണ്, കൊതുക് അടുത്ത് വന്നാൽ കയറി പിടിച്ചു. സോ ഓൾവേസ് ബി അലർട്ട്. നമുക്ക് ഉറങ്ങാൻ സമയമില്ല. അധ്യാപകർക്കില്ല, വിദ്യാർത്ഥികൾക്കില്ല, രക്ഷകർത്താവിനില്ല. മക്കള് എല്ലാ സ്ഥലത്തേക്കും മക്കളുണ്ടല്ലോ, വരുണ്ട് ഷെയർ യുവർ നോളജ് വിത്ത് ദം. ആൻഡ് ത്രെറ്റ്, വാട്ട് ഈസ് യുവർ ത്രെറ്റ്? ഇപ്പൊ 2 പേര്, വർമ്മജി, രഘുവർമ്മയുണ്ട്, നമ്മുടെ രാമവർമ്മയുണ്ടെന്ന് വിചാരിച്ചു. 2 പേരും അടുത്തടുത്ത ഒരാൾ മത്സരത്തിന്, ഒരാൾ മിടുക്കനാണെങ്കിൽ ഈസ് എ ത്രെറ്റ്. വർമ്മജിക്ക് ഒരു ത്രെറ്റാണ് രഘുവർമ്മജി. സോ വാട്ട് ഈസ് ഹൂ ഈസ് അവർ ത്രെറ്റ്? അപ്പൊ നമ്മളെക്കാളും അറിവുള്ളവര്, നമ്മളെക്കാളും കഴിവുള്ളവര്. പക്ഷെ അവരോട് നമ്മൾ യുദ്ധം പ്രഖ്യാപിക്കുകയല്ല വേണ്ടത്. നമ്മൾ അവരോട് ചേർന്ന് സഹവർത്തിത്വത്തോടു കൂടി അവരെ ചെറുതായിട്ടൊന്ന് സഹായിക്കാമോ, അവർ തിരിച്ചും നമ്മളെ സഹായിക്കും. സോ ദ ഐഡിയ ഈസ് നോട്ട് ടു ഓപ്പൺ എ ഫൈറ്റ്. ഓക്കെ, ദെൻ there are a lot of ഇപ്പൊ നമ്മൾ ഡോക്ടറെ തന്നെ എടുത്തു, ഒരു മെഡിക്കൽ ഡോക്ടേഴ്സിന് there are some generalists ഉണ്ട്. ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. Generalists are people who know less and less of more and more. Specialists are those who know, generalists are those who know more of less. അവർക്ക് അവരുടെ വൈഡർ സ്പെക്ട്രമാണ്. മറ്റവരുടെ സ്പെഷ്യലിസ്റ്റിന്റെ ചെറിയ സ്പെക്ട്രമാണ്. യു ഡിസൈഡ് വേർ യു വാണ്ട് ടു ബി. നമ്മളാണ് തീരുമാനിക്കുന്നത്. നമ്മളുടെ കഴിവ്, നമ്മളുടെ ആറ്റിറ്റ്യൂഡ്, നമ്മളുടെ നോളജ് വെച്ചാണ് നമ്മൾ തീരുമാനിക്കുന്നത്. ആൻഡ് ദെൻ ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു 6 ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. there are some people who are, അവരെ കൊണ്ട് ഒരു കാര്യവും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റില്ല. they are go getters. ഒരു കാര്യം പറഞ്ഞാൽ മതി, ഇന്നത് പോയി ചെയ്തിട്ട് വരണം, they will do it. there are some people who are introverts. എല്ലാവരും സംസാരിക്കണമെന്നില്ല. ഈ ഇൻട്രോവേർട്സിനെ പ്രത്യേകിച്ച് മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. അവര് they will do wonders. ഇവരെ ഒരു മൂലയ്ക്ക് ഇരുത്തിയിട്ട് വിട്ടാൽ മതി. അവര് they will be the people who invent. ധാരാളം കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാക്കുന്ന വലിയ പ്രാസംഗിക്കുന്നവരല്ല. അവർ കോൺസെൻട്രേറ്റ് ചെയ്ത് their thinking. സോ ഇതിനോട് ആരെങ്കിലും കുട്ടികളോട് മറ്റുള്ള ഇന്ററാക്ട് ഡസൻറ്റ് മാറ്റർ. പക്ഷെ മിനിമം ഇന്ററാക്ഷൻ നമ്മൾ പഠിപ്പിക്കണം. മിനിമം എറ്റിക്കറ്റഡ് മാനേഴ്സ് പഠിപ്പിക്കണം. ഓക്കെ, ദെൻ ഞാൻ മുമ്പേ പറഞ്ഞു, അതായത് യു മസ്റ്റ് ക്രിയേറ്റ് യുവർ സിഗ്നേച്ചർ. ഇപ്പൊ പാട്ട് കേട്ടാല്, യേശുദാസിന്റെ പാട്ട് കേട്ടാലോ അല്ലെങ്കിൽ എം ജി ശ്രീകുമാറിന്റെ പാട്ട് കേട്ടാലോ മിക്കവർക്കും അറിയാം. വൈ? ബിക്കോസ് ദേ ഹാവ് ക്രിയേറ്റഡ് എ സിഗ്നേച്ചർ. ഒരു പടം കാണുകയാണ്. അത് ആരാണ്? രവിവർമ്മ രാജയാണോ വരച്ചത്? രാജാ രവിവർമ്മയാണോ വരച്ചത്? അതോ പിന്നെ മൈക്കിളാഞ്ചലോ ആണോ വരച്ചത്? വേറെ വല്ലവരും ആണോ വരച്ചത്? യു ക്യാൻ ഫൈൻഡ് ഔട്ട്. ബിക്കോസ് അതിന്റെ സോ യു ഷുഡ് ക്രിയേറ്റ് എ സിഗ്നേച്ചർ. Suppose you are an engineer, you create your signature. Because ഞാനൊരു ഇതോടെ ഗോപി വർമ്മ ഉള്ളതുകൊണ്ട് ഞാൻ ഇന്ന് വർമ്മജിയോട് വേറൊരാളോട് ഞാൻ ഷെയർ ചെയ്തു. അതായത് ശ്രദ്ധിച്ച് കേൾക്കണേ.
നമ്മുടെ ബ്രിട്ടീഷുകാരുള്ള കാലത്താണ്. ട്രെയിൻ പോയിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഒരാൾ സൈഡ് സീറ്റിൽ, നമ്മളെല്ലാം വളരെ മോശമായിട്ടാണ് അവരെ കണ്ടിരുന്നത്. നോ പെർമിഷൻ ഫോർ ഇന്ത്യൻസ് ആൻഡ് ഡോഗ്സ് എന്നാണ് ബ്രിട്ടീഷുകാർ എഴുതി വെച്ചിരുന്നത്. അപ്പോൾ അത്രമാത്രം സ്നേഹമായിരുന്നു നമ്മളോട്. അപ്പോൾ ആ കാലത്ത്, സായിപ്പന്മാരുടെ കാലത്ത്, ഒരാൾ പെട്ടെന്ന് ചങ്ങല വലിച്ചു ട്രെയിൻ നിർത്തിയപ്പോഴത്തേക്കും ആളുകളെല്ലാം ഓടി വന്നു ചോദിച്ചു, വാട്ട് ഈസ് ഹാപ്പനിങ് എന്ന് ചോദിച്ചു. ഇദ്ദേഹം പറഞ്ഞു, ഐ തിങ്ക് about 1 mile, you go 1 mile, അത് മൈലാണല്ലോ, കിലോമീറ്റർ അല്ല, 1 mile behind or 2 miles behind, 1 fish plate is missing എന്ന് പറഞ്ഞു. നമ്മുടെ റെയിൽവേ പാളം എല്ലാവരും കണ്ടു കാണും, 2 പാളം ജോയിൻ ചെയ്യാനായിട്ട് ഫിഷ് പ്ലേറ്റ് ഉണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞു, ഓക്കെ ലെറ്റ് us go and see. അപ്പോൾ ഇദ്ദേഹത്തോട് ചോദിച്ചു, ഹൗ ഡു യു നോ? he said, I was watching. ഇങ്ങനെയാണല്ലോ ട്രെയിൻ പോകുന്നത്. ഒരിടത്ത് വന്നപ്പോൾ ശബ്ദം ഇല്ല, നോ സൗണ്ട്. ആരായിരുന്നു ഈ വ്യക്തി എന്നറിയാമോ? ഇറ്റ് വാസ് സർ വിശ്വേശ്വരയ്യ. അദ്ദേഹം, ഇതൊരു താല്പര്യമുള്ളവർക്ക് വീഡിയോയിൽ നോക്കിയ വീഡിയോയിൽ കണ്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. സർ വിശ്വേശ്വരയ്യയാണ് ഈ ട്രെയിനിൽ പോയ ആൾ. ഇന്ത്യൻസിനെ മോശമെന്ന് പറയാൻ പറ്റുമോ? ഈ ഈസ് ദി സിവിൽ എഞ്ചിനീയർ, ഈ ദ ഗ്രേറ്റസ്റ്റ് എഞ്ചിനീയർ ഇന്ത്യ ഹാസ് എവർ സീൻ. നമ്മുടെ ശ്രീധരൻ സാറും കലാം സാറും ഇങ്ങനെ ഒത്തിരി പേരൊക്കെ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് സോ ബി വാച്ച്ഫുൾ. നമ്മൾക്ക് പഞ്ചേന്ദ്രിയങ്ങളുണ്ട്, എല്ലാം ശ്രദ്ധിച്ചിരിക്കണം. നമ്മളെ മുമ്പിൽ കൂടെ പോകുന്ന നമ്മൾ പലതും കാണുന്നില്ല. കാരണം എന്താണ്? നമ്മുടെ ആബ്സെന്റ് മൈൻഡിന്, നമ്മുടെ മനോവ്യാപം. ഈ കുട്ടികൾക്കുള്ള പ്രശ്നം കുട്ടികൾ കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു പേപ്പർ എടുത്ത് വായിച്ചുകൊണ്ടിരിക്കുക, നമുക്കുണ്ട്, എൽഡേഴ്സിനുണ്ട്. പെട്ടെന്ന് നമ്മൾ അവിടെ നിന്ന് പോവും, നമ്മുടെ മനസ്സ് പറന്നു പോകും. ഒന്നുകിൽ പോയി ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയിരിക്കും, ഇതല്ലെങ്കിൽ വേറെ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിരിക്കും, അല്ലെങ്കിൽ വേറെ നമ്മുടെ ആഗ്രഹം ഉണ്ടായിരുന്നു അതിൽ പോയി. 5 സെക്കൻഡ് കഴിയുമ്പോഴാണ് നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്കും ഇത് വായിച്ച് ഒരു ക്ലാസ്സിലാണെങ്കിൽ ക്ലാസ്സിൻ്റെ പകുതി കഴിഞ്ഞു. സോ then you have to bring it back. നമ്മുടെ അറ്റൻഷൻ തിരിച്ചു കൊണ്ടുവരണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. വൈ പൈലറ്റ്സ് ആർ എല്ലാവർക്കും അറിയാം. രാജീവ് ഗാന്ധിയുടെ കഥ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? രാജീവ് ഗാന്ധി ശ്രീലങ്കയിൽ വെച്ചിട്ട് വെൻ ഹി വാസ് ടേക്കിംഗ് ഒരു സല്യൂട്ട്, പറഞ്ഞ് മറ്റേ ഗൺ സല്യൂട്ടിന് പോയപ്പോഴത്തേക്കും സംബഡി അറ്റാക്ക്, ഒരു ബയണറ്റുമായിട്ട് വന്നു. ബട്ട് ഹി വാസ് എ പൈലറ്റ്. ഹി ജസ്റ്റ് പെട്ടെന്ന് രാജീവ് ഗാന്ധി താന്നുകൊണ്ട് മാത്രമാണ് ഹി എസ്കേപ്ഡ്, ഹി സേവ്ഡ് ഹിസ് ലൈഫ്. സോ യു ഹാവ് ടു ബി അലർട്ട്. യുവർ മൈൻഡ് ഹാസ് ടു ബി അലർട്ട് എക്സെപ്റ്റ് വെൻ യു ആർ സ്ലീപ്പിംഗ്. സ്ലീപ്പിംഗ് സമയത്ത് മൈൻഡ് അലർട്ട് ആണെങ്കിൽ യു ഡോണ്ട് ഗെറ്റ് സ്ലീപ്പ്. സോ ഓക്കെ, നൗ and then സ്റ്റുഡൻസിനോട് ഞാൻ അഗൈൻ പറയാണ്, വാട്ട് മാച്ചസ് യു മോസ്റ്റ്. നിങ്ങൾ 10 ഓപ്ഷൻ വെച്ചോ. ഒരു ഐ വിൽ ബി വെരി ഗ്ലാഡ്. എന്നോട് വർമാജി പറഞ്ഞു, ഞാൻ ചോദിച്ചു വൈ ഡോണ്ട് യു ടേക്ക് ഇത് നമുക്ക് ഓഫ്ലൈൻ ക്ലാസ് പോരെ. അപ്പം സാർ ധാരാളം പേര് പുറത്തുനിന്ന് വരുന്നുണ്ട്. ഇഫ് ദേ ആർ ഏബിൾ ടു കം ടു ട്രിവാൻഡ്രം വി വിൽ ഹാവ് എ ഡയറക്റ്റ് സെഷൻ. ഈ ഡയറക്റ്റ് സെഷൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഈ പ്രോബ്ലംസ് ഒന്നും ഇല്ലല്ലോ. യു ക്യാൻ ഫൈൻഡ് ഔട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിൽ ബി ബെറ്റർ. So I will tell them what is needed for them is ആരും എഞ്ചിനീയർ ആകണ്ട, ആരും സൈക്കോളജി പഠിക്കണ്ട. there will be lot of opportunity and the knowledge is power. അത് കൃത്യമായിട്ട് ഞാൻ പറയുകയാണ്. ഓക്കെ, ഐ ഹാവ് ജോയിൻ ദെൻ അനദർ. ഞാൻ പറയാൻ പോകുന്നത്, ഞാൻ ചെറുപ്പക്കാരോട് പറയാറുണ്ട്, പ്ലീസ് ഡോണ്ട് മാരി എ ഗേൾ ഓർ ബോയ് ഹൂ ലവ്സ് യു. പിന്നെ whom you love. Don't marry a girl or boy whom you love. Marry a girl or boy who loves you. Same way, ഈ 5 എഞ്ചിനീയേഴ്സിന് ഞാൻ പറയാൻ പോവാണ്, പ്ലീസ് ഡോണ്ട് ജോയിൻ എ കമ്പനി വിച്ച് യു ലവ്, യു ലൈക്ക്. നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞിട്ട്, എനിക്ക് സ്പെസിഫിക് ആയിട്ട് അറിയാം, കാരണം ഞാൻ 10 ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ഓർഗനൈസേഷൻ എറണാകുളത്താണ്. അപ്പോൾ MD പറഞ്ഞ് എന്നോട് ഭാജകമാണ്, സർ വി ക്രിയേറ്റഡ് എ പോസ്റ്റ് ഫോർ യു. സാറിന് വേണ്ട പോസ്റ്റ് ഇവിടെ ഇല്ലായിരുന്നു, പ്ലീസ് ഡോണ്ട് ഗോ. ദാറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഭഗീരഥ എഞ്ചിനീയറിംഗിലാണ്. അദ്ദേഹം ഇവിടെ ഉണ്ട്, ടോമി, മച്ച് യങ്ങർ ടു മീ. സോ യു മസ്റ്റ് ഗോ ടു എൻ ഓർഗനൈസേഷൻ വിച്ച് ലവ്സ് യു. എനിക്ക് ക്ഷത്രിയ മഹാസഭയിൽ ചേരണം എന്നൊരാൾ നിങ്ങളുടെ പറയാണ്. ക്ഷത്രിയ മഹാസഭയ്ക്ക് ഈ ആളിന് വേണോ? ഉണ്ടെങ്കിലേ പോവാവുള്ളൂ. അല്ലാതെ എനിക്ക് പേര് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കുടുംബത്തിലുള്ള ഒരാൾ പോയി ചേരരുത്. വെദർ സഭ ലവ്സ് യു, യു ജോയിൻ. Then afterwards you start loving Sabha. അതാണ് എനിക്കൊരു പ്രത്യേക കാര്യം. Now വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ കുട്ടികൾക്കും 5 എഞ്ചിനീയേഴ്സിനും വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്, ഇഫ് യു ജോയിൻ
ഗവൺമെന്റ്. ഞാൻ 25 കൊല്ലം ഗവൺമെന്റിലും ബാക്കി 27 കൊല്ലം പ്രൈവറ്റിലാണ് വർക്ക് ചെയ്തത്. ഇഫ് യു ജോയിൻ ഗവൺമെന്റ്, ഗവൺമെന്റ് ഈസ് എംബോഡിമെന്റ് ഓഫ് പവർ, പൊസിഷൻ, പ്രിവിലേജ്. നല്ല ഡൗറി ചിലപ്പോൾ കിട്ടും. പ്രൈവറ്റ്, യു വിൽ ലേൺ യുവർ ജോബ്. ഗവൺമെന്റിൽ പഠിക്കില്ല വർമാജി. ഗവൺമെന്റിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെത്താൻ പഠിച്ചതാണ്, ആരും പഠിപ്പിക്കില്ല. You learn by making mistakes, and ISRO was an exception. We all learn by making mistakes. Am I right, Varmaji? Yes, sir. Very much. Yes. Private, you get recognized. ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ UST ഗ്ലോബൽ മുതൽ ഇഷ്ടംപോലെ ഓർഗനൈസേഷൻ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഗവൺമെന്റ് ഈസ്, നമുക്ക് പറയാം ഞാൻ സർക്കാരിലാണ്. ഇപ്പം ശ്രീപത്മനാഭന്റെ പണം എന്നാണ് പണ്ട് പറയുന്നത്. ശ്രീപത്മനാഭന്റെ 10 പൈസ, 10 കാശ്. ഈ ശ്രീപത്മനാഭന്റെ 10 കാശ് എവിടെ കിടക്കുന്നു? ഇന്ന് പിണറായിയുടെ 5000 രൂപ എവിടെ കിടക്കുന്നു? ഇറ്റ്സ് ഗോൺ. ഞാൻ എന്നും ശാസ്ത്രമംഗലത്ത് നിന്ന് കവടിയാറ് വരെ നടക്കാറുണ്ട്. ഐ ടേക്ക് അബൌട്ട് 20 minutes. ഇറ്റ്സ് അബൌട്ട് 2.5 kilometers. അപ്പം ഞാൻ എപ്പോഴും പാലസിനെ പറ്റി ആലോചിക്കും. കാരണം ഒരു മഹാരാജാവാണല്ലോ ഈ, ആരാന്ന് എനിക്ക് വാസ്തവത്തിൽ അറിയൂടാ. മൈ ഇഗ്നോറൻസ്. ഈ മരങ്ങൾ മുഴുവൻ വച്ച് പിടിപ്പിച്ച് ഇന്നിപ്പോൾ എന്താ ചെയ്യുന്നത്? വച്ച മരങ്ങളെല്ലാം വെട്ടിക്കുക. ഡെമോക്രസി, ഐ എം ടെല്ലിങ് ഓപ്പൺ, എൻ്റെ മനസ്സ് ഞാൻ ഓപ്പൺ ചെയ്ത് പറയാണ്. ഡെമോക്രസി, രാജാവുള്ളപ്പോൾ ഒരു രാജാവ് ഭയങ്കര ക്രൂരനായിരുന്നാലും ഒരാളെ സഹിച്ചാൽ മതിയല്ലോ. ഇനി എത്ര പേരുടെ കാല് പിടിക്കണം? കാല് പിടിച്ചാൽ നടക്കുമോ? ഡെമോക്രസി ഹാസ് ഗോട്ട് ഇറ്റ്സ് ഓൺ അഡ്വാൻറ്റേജസ്. ബട്ട് ദെൻ ലെറ്റ് മീ ഓൾസോ ഷെയർ വിത്ത് യു വൺ തിങ്. ഇത് പറഞ്ഞപ്പോൾ ഡിക്റ്റേറ്റർ എല്ലാവർക്കും അറിയാം. യു ഹേർഡ് ഓഫ് എന്താ അദ്ദേഹത്തിന്റെ പേരെന്താണ്? ലോകം കണ്ടിട്ട് ഏറ്റവും വലിയ ഡിക്റ്റേറ്റർ, ജർമ്മൻ, എന്താ ബർമയ്യ പേര്? ഹിറ്റ്ലർ. ഹിറ്റ്ലർ. ഹിറ്റ്ലർ കുഞ്ഞായിരുന്നപ്പോ കേട്ടിട്ടുള്ള കഥയാണ്. ആരോ കൈ നോക്കുന്ന ആള് വന്നിട്ട് നോക്കിയിട്ട് പറഞ്ഞു, യു ആർ നോ ഫേറ്റ് ലൈൻ എന്ന് പറഞ്ഞു. ഹിറ്റ്ലർ മിണ്ടാതെ പോയി. അപ്പുറത്തെ വീട്ടിൽ മറ്റേ ഓടിപ്പോയിട്ട് ബ്ലേഡ് എടുത്ത് കട്ട് ചെയ്തു. വിത്ത് എ ബ്ലീഡിങ് പാം ഹി സെഡ്, ഐ വിൽ മേക്ക് മൈ ഫേറ്റ്. ആൻഡ് ഹി മേഡ് ഇറ്റ്. അപ്പൊ ഇതുപോലെ കുട്ടികളെ അതിനെ പ്രാപ്തരാക്കണം. അവരെ കണ്ടമാനം താലോലിച്ച് സൈക്കിൾ വേണമെന്ന് പറഞ്ഞാൽ മോട്ടോർ സൈക്കിൾ മേടിച്ചു കൊടുക്കുക, മോട്ടോർ സൈക്കിൾ വേണമെന്ന് പറഞ്ഞാൽ കാറ് മേടിച്ചു കൊടുക്കുക, കാറ് വേണമെന്ന് പറഞ്ഞാൽ ഹെലികോപ്റ്റർ മേടിച്ചു കൊടുക്കുക. സ്റ്റാൻഡേർഡ്. ഞങ്ങളൊക്കെ I am 77. ഞങ്ങളൊക്കെ വളരെ കഷ്ടപ്പെട്ട് പഠിച്ചവരാണ്. അച്ഛൻ്റെ നിർബന്ധമായിട്ടുള്ള ഇതിലൊക്കെ അച്ഛൻ ലോട്ട് ഓഫ് റെസ്ട്രിക്ഷൻസ് വരുന്നത്. അച്ഛൻ പറയാം, നിനക്ക് എന്ത് വേണേൽ പൈസ എടുത്ത് ഒരു കുഴപ്പമില്ല, ഒരു പേഴ്സ് ഉള്ളൂ ഇവിടെ. ഇന്നത്തെ പിള്ളേർ പറഞ്ഞ് നടക്കുമോ? അമ്മ വന്ന് പറയാം, അയ്യോ എന്തെങ്കിലും ഇവൻ ഇത്തവണ ഒന്ന് സാധിച്ചു. ഈ അമ്മമാരാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. അച്ഛന്മാർ they are the best managers. ഹോം മേക്കേഴ്സ് ആണ്. നമ്മൾ ആരുമല്ല. വർമാജി, യു ടെൽ ദിസ് ടു യുവർ വൈഫ് ടുഡേ. ഞാൻ പറയണം, വിമൻ അത് എന്ത് വേണേ പറഞ്ഞു. അവർക്കറിയാം ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള അവർക്കറിയാം. ഏതെങ്കിലും ചേട്ടാ അങ്ങോട്ട് പോകണ്ട, അയാൾ കഴിഞ്ഞ പ്രാവശ്യം തന്ന ആപ്പിൾ ചീത്തയായിരുന്നു, ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തു. വേറൊരുത്തായിരുന്നു, വഴുതനങ്ങ തന്നു. ദേ വിൽ സ്റ്റാർട്ട് സ്ക്രീനിങ്. അവർ തിരഞ്ഞെടുക്കും. ഇവരടുപ്പത്ത് ഒരു ശകല കറി ഉണ്ടാക്കിയിട്ട് ദേ വിൽ ജസ്റ്റ് ടേസ്റ്റ്. എന്താ അവർ ചെയ്യുന്നത്? ദേ ആർ ഇൻസ്പെക്ടിങ് ഇറ്റ്. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർക്കും, ഉപ്പ് കൂടുതലാണെങ്കിലോ. ഞാൻ പല ക്ലാസ്സുകളിൽ പോയപ്പോൾ വീട്ടമ്മമാർ എന്നോട് പറയും, സാറേ ഞങ്ങൾ ചിലപ്പോൾ കരി ഇടുമെന്ന് പറയും, ചിലപ്പോൾ ഉരുളൻകിഴങ്ങ് കഴിഞ്ഞിട്ട് വരും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഐ ഡോണ്ട് സീ എനി വിമൻ ഹിയർ. എനിക്ക് നേരിട്ട് കാണാൻ പറ്റുന്നില്ല, അവർ കേൾക്കുന്നുണ്ടാവും. ഓക്കെ, സോ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്, യു മസ്റ്റ് ഫൈൻഡ് ഔട്ട് ദീസ് ഫോർ പേരൻസ്. നിങ്ങളുടെ കുട്ടികളുടെ ഫ്രണ്ട്സ് ആരാണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു മസ്റ്റ് നോ ഹൂ their ഫ്രണ്ട്സ് ആർ. അതായത് ഫ്രണ്ട്സും അസോസിയേഷനും തമ്മിൽ വ്യത്യാസമുണ്ട്. ശരിക്കുള്ള ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ പറയുന്നത് ഇറ്റ്സ് എ ചാൻസ് ദാറ്റ് മേക്സ് എ ബ്രദർ, ഇറ്റ്സ് ഹാർട്ട് ദാറ്റ് മേക്സ് എ ഫ്രണ്ട് എന്നാണ് പറയുന്നത്. ഒരു ചാൻസാണ് ബ്രദർ വരുന്നത്, ഇറ്റ്സ് ഹാർട്ട്. സോ ഹൗ ആർ ദ ഫ്രണ്ട്സ്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികൾ പലപ്പോഴും വഴിതെറ്റി പോകുന്നത് അച്ഛനമ്മമാരുടെ അലസത കൊണ്ടാണ്. അവരന്വേഷിക്കുന്നില്ല കുട്ടികളുടെ ആരാണ് ഫ്രണ്ട്സ് എന്നുള്ളത്. ഓക്കെ, ദെൻ another thing, റെസ്പെക്ട് എന്ന് പറയുന്നതിന് ഡിസപ്പിയറിങ്. വി മസ്റ്റ് ടീച്ച് അവർ സ്റ്റുഡൻസ്, അവർ ചിൽഡ്രൻ ടു റെസ്പെക്ട് പീപ്പിൾ. വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടെയാണ് ബഹുമാനമുള്ളത്. പണ്ടൊക്കെ അച്ഛൻ്റെ വല്ല കാരണവരുടെ മുമ്പിൽ നമ്മൾ നിൽക്കും, അതൊന്നും വേണമെന്നില്ല. റെസ്പെക്ട് ഷുഡ് ബി ഇൻ അവർ മൈൻഡ്. ദാറ്റ്സ് ഗുഡ് ഇനഫ്. സോ ദ ചിൽഡ്രൻ ഹാവ് ടു respect their parents.
They have to respect their teachers. They must respect elders. ഒരു കഥ ഞാൻ പറയാം, പണ്ട് ഞാൻ കേട്ടിട്ടുള്ളതാണ്. ഒരു ഭയങ്കര ഒരു കുസൃതി പയ്യനുണ്ടായിരുന്നു. ഈ പയ്യൻ ആര് പോയാലും തുപ്പും. അപ്പോൾ ഒരാൾ വിളിച്ച്, എടാ കുട്ടാ നീ മിടുക്കനാണല്ലോ, അന്നത്തെ കാലമല്ലേ, എന്ന് എടുത്ത് ഒരു ചക്കര കൊടുത്തു. ഒരു ചക്കരമല്ല, ഒരു കാശ് കൊടുത്തു. പഴയ കഥയാണ്, അച്ഛൻ പറഞ്ഞ് കേട്ട കാശയാണ്. അപ്പോൾ കാശ് കൊടുത്തു കഴിഞ്ഞ് അപ്പം ഇവൻ പറഞ്ഞു അടുത്ത ആൾ വരുമ്പോൾ അവൻ എന്തു നീട്ടി അങ്ങ് തുപ്പി. അയാൾ പിടിച്ചൊരു അടി കൊടുത്തു തിരിച്ച്. അപ്പോഴാണ് മനസ്സിലായത് ആദ്യത്തെ ആൾ തന്നതാണ് ശരിക്കും അഡ്വൈസ്. സോ വി ഹാവ് ടു ടെൽ ദം റെസ്പെക്ട് പേരൻസ്, റെസ്പെക്ട് ടീച്ചേഴ്സ്, റെസ്പെക്ട് എൽഡേഴ്സ്, ആൻഡ് ബോയ്സ് സ്പെഷ്യലി റെസ്പെക്ട് വിമൻ, ആൻഡ് ലാസ്റ്റ് റെസ്പെക്ട് challenge people. ഇവരോട് പറയും how fortunate we are. Some disturbance. ആരോ ടി വി ഓൺ ചെയ്തതാണോ? ഓക്കെ, വി ആർ സോ ഫോർച്ചുനേറ്റ്. വി ആർ ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ടാണ് നമുക്ക് സംസാരിക്കാം, കാണാം, കേൾക്കാം. അവർ ലിംസ് ആർ ഓൾ വർക്കിംഗ്. എത്ര പേരുണ്ട് കഷ്ടപ്പാടുള്ളവർ, ഭിന്നശേഷിയുള്ളവർ, ഇത്രമാത്രം പേരുകൾ ആളുണ്ട്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി റെസ്പെക്ട് പീപ്പിൾ. നമ്മൾ തൊഴുകയല്ല. എനിക്കിപ്പോഴും എൻ്റെ ജീവിച്ചിരിപ്പുണ്ട്. എൻ്റെ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിച്ച സാറന്മാരുണ്ട്, MBA പഠിപ്പിച്ച സാറന്മാരുണ്ട്, സ്കൂളിലെ ആരുമില്ല. I respect them and pray for them in my prayers. Okay, then I already told you for parents not to impose their ideas on children. So, ഒരു stream select ചെയ്യുന്നത് is a joint effort between the student or the child and the boy. Okay, then വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, പ്ലീസ് ബി എ റോൾ മോഡൽ. പേരൻസ് എല്ലാം കേൾക്കാനായിട്ട് ഞാൻ പറയാണ്. യു ഹാവ് ടു ബി എ റോൾ മോഡൽ. നമ്മൾ പറയാണ് മക്കളെ നിങ്ങൾക്ക് വളരെ സത്യവാൻ പറയാറുള്ളൂ, അപ്പോഴാണ് ഒരു ഫോൺ കോൾ വരുന്നത്. ആരാണ്? അച്ഛനില്ലെന്ന് പറഞ്ഞേച്ചാൽ മതി. സോ ഇഫ് യു ആർ ഡൂയിങ് ദാറ്റ്, how they will become honest. So please, and remember, children are observing parents. Very important. അപ്പോൾ അവരെ അടുത്ത് നമുക്ക് we have no answer if you start doing erring. So that's very important. Then habits വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. How this etiquette and manners in the ഭാഗത്തായിട്ട് whether they are moody, whether they talk too much, or whether they talk too loud, and lot of etiquette and manners വിരല് കടിക്കുന്നവരുണ്ട്. They keep on biting their nails. ഒബ്സർവ് ചെയ്യണം, അത് നിസ്സാരമായിട്ട് കളയരുത്. നഖം കട്ടറില്ലാത്ത കൊണ്ട് നഖം കടിക്കുന്നതല്ല. there is something else happening in their mind. So you can tell them, വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് പറഞ്ഞിട്ട് you take them off. Then there are some people who start drilling their nose. ഇതൊക്കെ ഇന്റർവ്യൂവിന് പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. Some people start drilling their ears. So these are all mannerism അല്ല, these are all bad habits. So when you find a bad habit, you should always curb them. Now next one is, നമുക്ക് എല്ലാവർക്കും രണ്ട് കുട്ടികളുണ്ട്. അപ്പോൾ ഒരാൾ ഭയങ്കര മിടുക്കനാണ്, മറ്റേ ആൾ ഇപ്പം മോശമാണ്. അപ്പോൾ ആരെങ്കിലും ഗസ്റ്റ് വന്നു മോന് ഇതാണ് എൻ്റെ രണ്ടാമത്തെ മോനാണ് ഇവൻ. അവൻ ആരാ? അവന് ഇപ്പോൾ ഒരു പ്രൈസ് കിട്ടിയുള്ളൂ, അവാർഡ് കിട്ടിയുള്ളൂ. അപ്പോൾ ഉടനെ അവനെ വിളിച്ച് മക്കളെ ഇവിടെ വാടാ, അവനെ ഇല്ലാത്തതെല്ലാം പറഞ്ഞുണ്ടാക്കി അവനെ അങ്ങോട്ട് ഒരു 2.5 അടി പൊങ്ങി ഇരിക്കുമ്പോഴാണ് അപ്പോൾ മൂത്ത അവനെ വിളിച്ച് അവിടെ കുത്തിക്കൊണ്ടിരിക്കുക. ഈ രണ്ടാമത്തവനായിരിക്കുകയല്ല, ആദ്യത്തവനായിരിക്കും പോയി സ്വർണം കൊയ്യുന്നത് ആദ്യത്തവനാ. ഒരു അമ്മയെ പറ്റി വലിയൊരു ഇംപ്രഷൻ അല്ല. സോ പ്രൈസ് ഇൻ പബ്ലിക്, റിപ്രിമാൻഡ് ഇൻ പ്രൈവറ്റ്. ടീച്ചേഴ്സിനോട് പ്രത്യേകം ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, ഒരു കുട്ടിയെ പറ്റി കേമമായിട്ട് പറയണമെങ്കിൽ നമുക്ക് പറയാം, ഓ സോ ആൻഡ് സോ ഇസ് എക്സലൻറ്റ്. നേരെ ഒരു കുട്ടി മോശമാണെങ്കിൽ ആ കുട്ടിയെ മാറ്റി നിർത്തിയിട്ട് പറയുക. സെയിം തിങ് വെൻ യു ആർ ജോബ്, നമ്മൾ താഴെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്തി. യു ഡോണ്ട് ഇൻസൾട്ട് പീപ്പിൾ ഇൻ പ്രസൻസ് ഓഫ് അതേഴ്സ്. സോ പ്രൈസ് ഇൻ പബ്ലിക്, ഇഫ് യു വാണ്ട് യു കൻ റൈറ്റ് ഡൗൺ പ്രൈസ് ഇൻ പബ്ലിക്, reprimand in private. Then another thing, please don't talk, the parents don't talk ill of others in their presence. അവർ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മൾ
അദ്ദേഹം ഒന്ന് അയാൾ എന്തോന്ന് ചെയ്യാൻ, അയാൾ എന്നൊന്നും ചെയ്യാനില്ല, ഞാൻ ആരാ? സോ പ്ലീസ് ഡോണ്ട് ടോക്ക് ഇൽ ഓഫ് അതേഴ്സ്. ദെൻ ഇത് കേട്ടോണ്ടാണ് മക്കൾ പുറത്ത് പോയിട്ട് ദേ വിൽ റിപ്പീറ്റ്. ദെൻ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്, നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. രജിത് വർമ്മജി, യു ആർ ദ ഓൺലി പേഴ്സൺ ഐ ക്യാൻ സീ. ഓക്കെ. വർമ്മജി എന്ത് ചെയ്യുന്നു? എന്ത് ചെയ്യുന്നു ഇപ്പോ? ഞാൻ ഒരു ആംഡ്രോയിഡ് ടെക്നോളജീസ് എന്ന് പറഞ്ഞൊരു കമ്പനി നടത്തുകയാണ്, ഞാൻ വേറെ 2 ഫ്രണ്ട്സും കൂടെ. അപ്പോ എന്റെ മോള് 8ാം ക്ലാസ്സിലാണ്. എന്റെ മോളിനെ റിപ്രസെന്റ് ചെയ്താണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. മോക്ക് 8ാം ക്ലാസ് വരാൻ പറ്റില്ല. എന്താണ് ഹാവ് യു ഒബ്സർവ്ഡ്? ഡസ് ഷീ വരയ്ക്കുമോ? മോള് വരയ്ക്കും. എനിക്കിങ്ങനെ മനസ്സിലായെന്നറിയോ? പറയൂ സാറേ. ഞാൻ മെന്റലിസം മുഖത്ത് നോക്കിയപ്പോ എനിക്ക് തോന്നി ആള് പാട്ട് പാടുമോ? പാട്ട് പാടില്ല, ഡാൻസ് ചെയ്യും. ഡാൻസ് ചെയ്യും, കലയുണ്ട്. പിന്നെ ഏതിലാണ് ഇൻട്രസ്റ്റ് എന്നുള്ളത് നോക്കുക. ദേ ക്യാൻ റീച്ച് അവരുടെ. പിന്നെ ഒരു കാര്യം, ചിലർ പറയും, ബോയ്സിന്റെ പേരൻസ് ആണെങ്കിൽ അവർ പറയും അവനെപ്പോഴും കളിയാണ്. കളിക്കട്ടെ, ക്രിക്കറ്റ്. ഇപ്പൊ ക്രിക്കറ്റിന്റെ ജ്വരമാണിപ്പോ, ക്രിക്കറ്റാണ്. മറ്റ് ഫുട്ബോളൊക്കെ വളരെ ചുരുക്കം കുറവാണ്. അപ്പോൾ അവരോട് ഒരു കാര്യം പറഞ്ഞു, മക്കളെ നീ കളിച്ചോ. ഇവരാരും ഏതാണേലും സച്ചിൻ ടെണ്ടുൽക്കർ ആകാൻ പോകുന്നില്ല. ഇറ്റ് ഈസ് വെരി അൺലൈക്കലി. ബട്ട് ദെൻ ടേക്ക് എ മിനിമം ഡിഗ്രി. ഒരു ഡിഗ്രി നിങ്ങൾ പാസ്സായിട്ട് നീ എന്ത് വേണമെങ്കിൽ ചെയ്തോ. ഇത് പറഞ്ഞപ്പോൾ എനിക്ക് 2 കാര്യം പെട്ടെന്ന് ഓർമ്മ വന്നു. അൺഫോർച്ചുനേറ്റ്ലി വർമ്മജി ആരെയും കാണുന്നില്ല. അവര് ഈ ഡിസ്റ്റർബൻസ് വേണ്ടെന്ന് വിചാരിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. എനിക്ക് കുഴപ്പമില്ല, കേൾക്കുന്നുണ്ടല്ലോ. എനിക്ക് വേറെ ഒരാളെ കൂടെ ഉണ്ട്, ഹരീന്ദ്രനാഥ് വർമ്മ. അദ്ദേഹം എന്ത് ചെയ്യുന്നു? സോ വാട്ട് ഡു യു ഡു? പേരന്റ് അല്ലേ? അച്ഛനാണ്. മകളും ഉണ്ട്, മകളും ജോയിൻ ചെയ്തിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് ആണ്. അപ്പൊ മകളെ എനിക്ക് കാണണം. മൈക്ക് ഓഫാണ്. മൈക്ക് ഓഫാണ്. പുള്ളി കേൾക്കാൻ മേല. പറയൂ, ഇപ്പൊ കേൾക്കാം. എന്ത് ചെയ്യുന്നു ഹരി? എന്ത് ചെയ്യുന്നു? ഞാൻ റിട്ടയർഡ് മാനാണ്. ഗൾഫിലായിരുന്നു, ദുബായിലായിരുന്നു 3 വർഷം. ഓക്കെ. മോൾ എന്തിനാ പഠിക്കുന്നത്? മോള് ഇവിടെ എഞ്ചിനീയറിംഗിന് പഠിക്കും. ബാംഗ്ലൂരാണ് ഞങ്ങള്. ഓ, അത് ശരി. വെരി ഗുഡ്. ഓ, യു ആർ അറ്റൻഡിങ് ഫ്രം ബാംഗ്ലൂർ. ഗ്രേറ്റ്. ഐ ആം ബ്ലെസ്ഡ്. മകളും ഉണ്ട് സാർ, അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അല്ല, മോളെ അവള് ക്യാമറ ഓൺ ചെയ്തിട്ടില്ല. ഒന്ന് ഓൺ ചെയ്യാൻ പറയാമോ? പറയാം. ഒന്ന് ഓൺ ചെയ്യുന്നു. ഹലോ, അതിൽ കിട്ടുന്നില്ലേ ക്യാമറ? അച്ഛൻ്റെ കൂടെ നിന്നാ മതി. സോ ഹൗ ആർ യു? വാട്ട്സ് യുവർ നെയിം? മോളുടെ പേരെന്താ? പറയൂ. ഗീതിക. ഏത് ബ്രാൻഡ്? ആരോ ഓക്കെ. ഓക്കെ, ഞാൻ രജിത്. പറയൂ സാറേ. ഓക്കെ. അപ്പോ സോ വാട്ട് യു ക്യാൻ ഡു ഈസ് അവരോട് പറഞ്ഞ ഒബ്സർവ് ദ ടാലൻസ്. ഒബ്സർവ് ചെയ്തിട്ട് try to encourage them, give them as much input as possible. How are you, Sindhu? Good evening, sir. Good evening. Happy to be here. So എൻ്റെ പേര് സിന്ധു. സിന്ധു. ഞാൻ ഒരു ലൈഫ് കോച്ചാണ്, ട്രെയിനറാണ് കുറച്ച് വർഷമായിട്ട്. എൻ്റെ മകള് മധുമിത. ഏത് കോച്ച്? എന്തിന്റെ കോച്ചായിരുന്നു സിന്ധു? ഞാൻ സെൽഫ് എംപ്ലോയിഡ് ആണ് സർ. ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ NLP ചെയ്തു, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് ചെയ്തു. സോ അതിനുശേഷം NLP means you must be doing lot of techniques better than me. I know what is NLP. But അത് ആ ഒരു ഫീൽഡിൽ ഇപ്പം 7-8 വർഷമായി തന്നെ അവള് തന്നെ ചെയ്യാണ്. അങ്ങനെ ട്രെയിനിങ്സ് ഒക്കെ ചെയ്യുന്നു. This is my daughter. Okay. Let me talk to her. സിന്ധു അല്ലേ? സിന്ധു അല്ല, മധുമിത. എവിടെ പഠിക്കുന്നേ? സെന്റ് തോമസ്. എവിടെ? സെന്റ് തോമസ് മുക്കോലിക്കല്ല്. സെന്റ് തോമസ് സ്കൂൾ. You are not in Bangalore. Okay. അപ്പൊ അവിടെ എത്ര സെന്റിലാണ്?
എന്തോ Very standard Which level. standard? Which 10th standard? grade. 10th grade. Okay, 10th grade. So what do you want to become? ഉറപ്പില്ല സർ, പക്ഷെ എനിക്ക് ലിറ്ററേച്ചർ ഇഷ്ടമാണ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇഷ്ടമാണ്. If you like literature, go for it. And what do you want to become? That's important. I have not decided yet, just looking for. What option parayo? You want to become a faculty? Yeah, Teacher? yeah, I am interested in teaching, yeah. You are interested in teaching? Yeah, I am, but where I option I'll go for it. I am interested in that. But what is the next one? രണ്ടാമത്തെ പറ. Psychology ഇഷ്ടം സർ, ലിറ്ററേച്ചർ ഇഷ്ടം, സൈക്കോളജിയിൽ ഇൻട്രസ്റ്റ് ഉണ്ട് എനിക്ക്. Okay, then third. Okay, These two are the main. ഞാൻ ഇപ്പോ പറഞ്ഞു തരാം. I will tell you. Suppose you are taking say literature, you have to have an extensive reading. Yes, sir. Extensive reading. Whereas in say this second one, psychology, means you have to do a lot of analysis. Yeah. You find the difference. Yes, But sir. eventually, if you want to do teaching, first and foremost quality for teacher, I think your mother also will agree with me. Your mom also. Yes, will, definitely. Yeah, I think I'll ask mother and then come to daughter. As a trainer, what is the most important quality you should have for a successful teacher or a successful trainer? So from my experience, I've understood that communication is as the other person should understand. Angana communicate. Communicate. You just imagine you are not a coach. You are not a coach. You are not a coach. Okay. You imagine you are not a coach. We are coming to an ordinary. Sindhu is there. I am Dr. Karta. But you imagine yourself as a student now. When will you become acceptable as a teacher? Or a trainer? Trainer is, I know, see, I've been into training for more than 25 years. Trainer is 3 levels above teacher. Yes. What I feel so. An acceptable trainer or acceptable teacher, the first quality is encourage asking questions. Definitely, sir. Am I right? Very true. Very true. Madhumita. Sorry, Madhumita. So you should have, if you want to be a teacher, you must have tremendous amount of patience. Yes, sir. Number one. Number two, students will expect a lot of things from you. You got my point? They will come with you as, their benefactor or godfather. So they will think you are Encyclopedia Britannica. Okay, now I ask you a question. You are a teacher. Okay, okay, let me ask you, because you said you are in English. Pandit Nehru, there was one poem. We used to say every day, woods are lovely, dark and deep, but I have promises to keep, miles to go before I sleep, miles to go before. Yeah, student. Madhumita student. I'm your student. I'm going to ask you this question. Teacher, woods are lovely, dark and deep, but I have promises to keep, miles to go before I sleep, and miles to go before I sleep. How will you respond to me? You don't know. Yes or no? Robert Frost. Robert Frost. You don't know. So how will you respond to me? I'm trying to find out how good a teacher you are. Sir, if I don't know the answer to the question. I think he's asking you to explain as a teacher. You are a teacher. You are a teacher. Explain this as a teacher. You said, then what will you? I am thinking you are a great teacher. You know literature. But unfortunately, you don't know. So what will you do? Respond? I'll check and come back to you. Excellent. That's excellent. You are likely a good teacher. You are likely to shine as a teacher. Be honest.
I'm sorry. You ask me such questions? How do I remember what Jawaharlal Nehru said 50 years back? No, that's തീർന്നു. ടീച്ചറുടെ മിടുക്ക് മുഴുവൻ പോയി. ഐ എം റിയലി സോറി. എന്നോട് പറഞ്ഞു, ഹൗ ഡു യു നോ? എന്നെ ഒന്ന് പൊക്കിയേക്കണം, സ്റ്റുഡൻറ്റിനെ ഒന്ന് പൊക്കണം. ഐ സേ യു ആർ നോട്ട് എൻ ഓർഡിനറി സ്റ്റുഡൻറ്. ഐ സേ ടു ബി വെരി കെയർ. ആ പയ്യനാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അവരും അയ്യോ ടീച്ചർ എന്നെ പറ്റി ഇത്രയും നന്നായിട്ട് പറഞ്ഞില്ല ഇല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. സോ ഐ എം വെരി ഹാപ്പി വിത്ത് ദിസ് ഇന്ററാക്ഷൻ. ഇതുപോലെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഐ വോണ്ട് അതേഴ്സ് ടു ഇന്ററാക്ട് വിത്ത് മീ. സോ നൗ then the last two things, very important. Please don't compare with others. എനിക്ക് അത്രയും സൗന്ദര്യമില്ല, എനിക്ക് ഇത്രയും വിദ്യാഭ്യാസമില്ല, എനിക്ക് ഇത്രയും പണമില്ല, ഞാൻ താമസിക്കുന്നത് ഒരു സിംഗിൾ സ്റ്റോറി ബിൽഡിംഗ് ആണ്, എൻ്റെ കൂട്ടുകാരും എൻ്റെ ബന്ധുക്കളും എല്ലാം 5 സ്റ്റോറി ബിൽഡിങ്ങിലാണ്. സോ ഡോണ്ട് കമ്പയർ. യു കമ്പയർ വിത്ത് യുവർ സെൽഫ്. മുമ്പ് ഞാൻ എന്തായിരുന്നു? എനിക്ക് സ്വന്തമായിട്ട് വീട് പോലും ഇല്ല, ഞാൻ വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത് അല്ലേ? So when you compare, never compare with others and start worrying. See, you must, നിങ്ങളുടെ പ്ലസ് പോയിന്റ്സ് എല്ലാം നമ്മൾ അങ്ങോട്ട് പേഴ്സോണിഫൈ ചെയ്യണം. അതുകൊണ്ട് you attach it to God Almighty and say that God has given me courage, God has given me beauty, God has given me the ability to speak. സോ എത്ര പേരുണ്ട് എന്നെക്കാളും പണമുള്ളവരോ എന്നെക്കാളും കേമന്മാരോ മാർക്ക് കൂടുതലോ അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. സോ യു ഫീൽ കണ്ടന്റഡ് വിത്ത് വാട്ട് എവർ ഹാസ് ഗിവൻ ആൻഡ് സോ ഡോണ്ട് കമ്പയർ. പേരൻസിനോട് ഞാൻ പറയാണ്, പ്ലീസ് ഡോണ്ട് കമ്പയർ വിത്ത് അതേഴ്സ്. എൻ്റെ മക്കള് BCom ആയുള്ളൂ, എൻ്റെ അടുത്ത നൈബറിൻ്റെ മക്കൾ എഞ്ചിനീയറാണ്. സോ വാട്ട്? BComകാർക്ക് ജീവിക്കണ്ടേ? CAക്ക് ജീവിക്കണ്ടേ? ബയോളജി പഠിക്കുന്നവർക്ക് ജീവിക്കണ്ടേ? ഐ ആം റിപ്പീറ്റിംഗ്, ദർ ഈസ് എ സ്പേസ് ഫോർ എവ്രിബഡി. ദൈവം തമ്പുരാൻ നമ്മളെ ഇങ്ങോട്ട് സൃഷ്ടിച്ച് വിട്ടപ്പോൾ ഞങ്ങളുടെ കാലത്ത് പറയും, വാ കീറിയവർ ദൈവം എരയും കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നും പറയണ്ട. ദർ നോ പോയിന്റ് ആൻഡ് ഡോണ്ട് എൻവി അതേഴ്സ്. നമ്മുടെ ഒരു കൂട്ടുകാരന് മാർക്ക് കൂടുതൽ കിട്ടി, കൂട്ടുകാരിക്ക് ലോട്ടറി അടിച്ചോട്ടെ. ഞാൻ പറയും, എൻ്റെ ഫ്രണ്ട് ഇപ്പോൾ വർമാജിക്ക് ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞാൽ ഐ എം വെരി ഹാപ്പി. കാരണം വർമാജി എന്നോട് കടം ചോദിക്കാൻ വരികയല്ലോ, അത്രയും ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. ഓക്കെ, ദെൻ last thing I want to tell parents, please avoid making, don't fight in front of children. നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം പലതിലും ഉണ്ടാവും. Please avoid arguments. When children see that mother and father, they are always at cross links, they will get dejected. ഇവർ ആരോട് പോയി പറയും? പുറത്തു പോയി പറയാൻ പറ്റില്ല. സോ നമുക്ക് സ്വന്തമായിട്ട് അഭിപ്രായം ഉണ്ടാകുമ്പം അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. നത്തിങ് ടു വറി അബൌട്ട് ഇറ്റ്, ബട്ട് ദെൻ ട്രൈ ടു അവോയ്ഡ് എൻ ആർഗ്യുമെന്റ് ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആൻഡ് ഓൾ ദാറ്റ്. സോ വിത്ത് ദിസ് ഐ എം ഓൾമോസ്റ്റ്, ഞാൻ മിക്കവാറും ഞാൻ നോക്കിക്കൊണ്ടാണ് വരുന്നത്, ഐ ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് വാട്ട് ഐ വാണ്ടഡ് ടു ടോക്ക് ടു യു. നൗ ഇറ്റ് ഈസ് ഓപ്പൺ ഫോർ എനി ക്വസ്റ്റ്യൻസ്. വർമാജി എന്തെങ്കിലും ആർക്കും? യെസ്. ഇൻ ജനറൽ യു ഹാവ് എക്സ്പ്ലെയിൻഡ് ഇറ്റ് വെരി സിംപ്ലി. അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സാറിന്റെ പ്രസന്റേഷൻ ശൈലി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ആൾക്കാർക്ക് മനസ്സിൽ കൊള്ളുന്ന വിധത്തിലുള്ള എക്സാമ്പിൾസ് കൂടെ പറയുന്നതുകൊണ്ട് അത് വളരെ ഹൃദ്യമായിട്ട് തോന്നി. തീർച്ചയായിട്ടും ഈ സെഷൻ ഇപ്പം വീഡിയോ പലരും ഓൺ ചെയ്തിട്ടില്ലെങ്കിലും വിദ്യാർത്ഥികൾ ഇപ്പോഴും ഇരിപ്പുണ്ട്. പലരും വിദ്യാർത്ഥികളായിട്ടുള്ള മിക്കവാറും എല്ലാവരും ഇരിപ്പുണ്ട്. അതെ, അപ്പൊ അവരൊന്ന് വീഡിയോ ഓൺ ചെയ്താൽ അവർക്ക് ചോദിക്കാനുള്ള ഒരു ടെൻഡേഷൻ വരും. ഓക്കെ, ആയിക്കോട്ടെ, അവർ ഓൺ ചെയ്യട്ടെ, ചോദിക്കട്ടെ. ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും അത്. സോ പ്ലീസ് ഫീൽ ഫ്രീ ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. പേരൻസിനും ചോദിക്കാം. കുട്ടികളാണ്, എനിക്ക് ഡിഗ്രി സ്റ്റുഡൻസിനോട് ഇവരെ എന്ത് ഡിഗ്രിയാണെന്ന് എനിക്കറിയില്ല. അവര് ഹോം സയൻസ് ആണോ, എഞ്ചിനീയറിംഗ് ആണോ, മെഡിക്കൽ ആണോ, അലോപ്പതി, ഹോമിയോപ്പതി ആണോ, ഒന്നും അറിയില്ല. സോ വിത്തൗട്ട് ദാറ്റ് ഐ കനോട്ട് റിയലി ഇന്ററാക്ട്. ബട്ട് ആർക്കെങ്കിലും എന്നോട് ചോദിക്കണമെങ്കിൽ പ്ലീസ് ആസ്ക്. ഫോട്ടോയിൽ വരാൻ പറ്റുമെങ്കിൽ വരൂ, ദാറ്റ് വിൽ ബി ഗ്രേറ്റ്. ലൈക്ക് മധുമിത came in. അതെ, അതുപോലെ ഭരത്, why don't you come up? ഭരത് ആരാണ്? ഭരത് എനിക്കറിയാവുന്ന കുട്ടിയാണ്, എന്റെ ജ്യേഷ്ഠന്റെ ഗ്രാൻഡ് സണ്ണുമാണ്. അതാണ് ഭരത് വർമ്മ എന്നുള്ളതാണോ? അതെ അതെ അതെ, പുള്ളിയുടെ ക്യാമറയിലില്ല. ചോദ്യം ചോദിച്ചോട്ടെ, അത് ബുദ്ധിമുട്ടില്ല. അത് കുട്ടികൾക്ക് ചെറിയൊരു ഒരു ഡെലിക്കസി ഉണ്ട് ഓപ്പൺ അപ്പ് ആകുന്നതിൽ. അതാണ് ഒരു ഡ്രോബാക്ക് ഞാൻ കാണുന്നത്. അതെന്താ, കുഴപ്പമില്ല. അവര് ആഫ്റ്റർ ഓൾ ഇറ്റ്സ് എ ഫാമിലി. ഞാൻ മാത്രമല്ലേ ഉള്ളൂ ഫാമിലിക്ക് പുറത്തുള്ള ആള്. അതുകൊണ്ടായിരിക്കാം. അരുണിമ,
ഞാൻ പേര് വിളിക്കാം ഇനി. ആ അരുണിമ, എല്ലാവർക്കും ഒരു ചെറിയൊരു അല്ല അത് ആവശ്യമില്ല. അവരുടെ അപ്പന്റെ പ്രായമുള്ളൂ എനിക്ക്. അതുകൊണ്ടല്ല, ചോദിക്കാനായിട്ട് അവരുടെ എന്ത് ചോദിക്കുക എന്നുള്ളൊരു ആ ഒരു ഇതാണ്. I will tell you, questions are never stupid. Only answers will be stupid. Questions ഒരിക്കലും തെറ്റാകില്ല. എന്ത് വേണമെങ്കിലും ചോദിക്കാം. അവർക്ക് ആർക്കും ചോദ്യമില്ലെങ്കിൽ അവർ ചോദിക്കാം, സാർ എന്തിനായി പണി നടക്കുന്നത്, വേറെ കിടന്ന് ഈ പ്രായത്തിൽ എന്തിനായി പണിക്ക് പോകുന്നതെന്ന് ചോദിക്കാം. നോ ഹാം. So, Rajit, anything you want to ask me? Anything? Parents ചോദിക്കാം. രജിത്തിന്റെ വൈഫ് സാറിന്റെ നാട്ടുകാരിയാണ്. കേരളക്കാരിയാണോ? നമ്മുടെ സുരേന്ദ്രവർമ്മയുടെ റിലേഷൻ ആണോ? അതെ 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 അതെ. സുരേന്ദ്രവർമ്മ എന്റെ ക്ലാസ്മേറ്റ് ആണ്. അപ്പൊ എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ള, മോളോടൊക്കെ എന്താണ് ആവണം ചോദിക്കുമ്പോ ഇത് ഭയങ്കര ഐ ഡോണ്ട് നോ വെദർ ഇറ്റ്സ് ടു ഏർലി, പക്ഷെ അറിയില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് എന്തെങ്കിലും ഒരു ട്രിക്ക് ഉണ്ടോ എന്നുള്ളത്? അല്ല, ട്രിക്കില്ല, ഒബ്സർവ് ചെയ്താൽ മതി. അവരേത് തരത്തിലുള്ള പുസ്തകങ്ങൾ വായിക്കുന്നു, ഏത് തരത്തിലുള്ള സിനിമ ഇഷ്ടപ്പെടുന്നു, അവരെ കാണിക്കണം. സിനിമ കാണിക്കാതെ പോരുത്. അവർ കാണട്ടെ, TV കാണട്ടെ. അവർക്കൊരു ടൈം വയ്ക്കണം, 1 മണിക്കൂർ TV കാണാം. അപ്പൊ അവര് ലീവ് ഇറ്റ് ഫ്രീ ടു ദം ആൻഡ് ഒബ്സർവ് ഫ്രം റിയൽ. ഇവർ ഏത് ടൈപ്പ് ഇതാണ് ഇഷ്ടപ്പെടുന്നത്? ഹൊററാണോ ഇഷ്ടപ്പെടുന്നത്, ഹ്യൂമറാണോ ഇഷ്ടപ്പെടുന്നത്, സീരിയസ് ആണോ ഇഷ്ടപ്പെടുന്നത്? അതുപോലെ ഇവർ വരയ്ക്കുമെന്ന് പറഞ്ഞു, എന്താണ് വരയ്ക്കുന്നത്? അതിൽ നിന്നൊക്കെ അത് വരയ്ക്കുന്നതിനെ പറ്റിയുള്ള അഭിപ്രായം പറഞ്ഞെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഫോർവേഡ് ലുക്കിംഗ് ആണോ, എന്താണ് ഉദ്ദേശിക്കുന്നത്? ചിലപ്പോൾ ചിലർ വരയ്ക്കും ഗ്ലൂമി ആയിരിക്കും, അവരായിരിക്കും ചിലപ്പം വരയ്ക്കുന്നത്. അല്ലെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും കളിപ്പാട്ടങ്ങളാണോ വരയ്ക്കുന്നത്? ചിലര് ബിൽഡിംഗ് വരയ്ക്കും. ബിൽഡിംഗ് വരയ്ക്കുന്നവരാണെങ്കിൽ യു ആസ്ക് മീ എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഞാനൊരു ഷെയർ ചെയ്യാം ഒരു കാര്യം. ഒരു 10 കൊല്ലം ഞാൻ ഭഗീരഥ വർക്ക് ചെയ്യുമ്പോൾ എന്നോട് MD പറഞ്ഞു, സാർ ഒരു ഫാമിലി വന്നിട്ടുണ്ട്, നമ്മുടെ എന്താണ് ഹരീന്ദ്ര പറഞ്ഞ പോലെ, ഈ ഫ്രം ബാംഗ്ലൂർ എന്ന് പറഞ്ഞ പോലെ, സോറി ദുബായ് എന്ന് പറഞ്ഞ പോലെ, ദുബായിൽ നിന്ന് വന്നവരാണ്, ഒരു ക്രിസ്ത്യൻസ് ആണ് അവർ. അപ്പോൾ then I said, let me talk to that girl. 12th സ്റ്റാൻഡേർഡ് പഠിക്കാൻ, വെരി സ്റ്റൗട്ട്. അപ്പോൾ ഈ കുട്ടിയോട് ചോദിച്ചു, ഞാൻ ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ ചോദിച്ചു ഇൻട്രസ്റ്റ് എന്തൊക്കെയാണ്? സർ, ഐ വോണ്ട് ടു ബിക്കം എ ആർക്കിടെക്ട്. വെരി ഗുഡ്, നല്ല ജോലിയാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, മോളൊരു കാര്യം ചെയ്യും, ഒരു കള്ളാസും ഒരു പേനയും കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഒരു റോഡ് വരയ്ക്കണം. റോഡിൻ്റെ 2 സൈഡിൽ ഒരു സൈഡ് മുഴുവൻ സ്കൈ സ്ക്രേപ്പേഴ്സ്, മറ്റേ സൈഡ് മുഴുവൻ പാഗോഡ പോലത്തെ ബിൽഡിംഗ്. എനിക്ക് ആർക്കിടെക്ചറിനെ പറ്റി ചുക്ക് പറഞ്ഞൂടാ, ചുണ്ണാമ്പ് പറഞ്ഞൂടാ. ഞാൻ അന്നേരം മനസ്സിൽ തോന്നി, ഇതൊക്കെ നമ്മുടെ ദൈവാധീനം കൊണ്ടാണ് വർമ്മജി, അല്ലാതെ നമ്മുടെ മിടുക്കൊന്നുമല്ല. ഐ അബ്സല്യൂട്ട്ലി ബിലീവ് ഇൻ ദ പ്രോവിഡൻസ് ഓഫ് ഗോഡ്. അപ്പോൾ ഈ കുട്ടി എന്ത് ചെയ്തു? ഈ പേന തൊട്ടില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ബിൽട്ടപ്പ് ഇൻട്രസ്റ്റ് ആണ്. മോളാണോ പോയല്ലേ? മോളാണോ ക്രോസ് ചെയ്തേ? അതെ അതെ അതെ. മോളെ വിളിച്ചേ, ചുമ്മാ ഒന്ന് വിളിച്ചേ. ഇതെന്റെ എൽഡർ ഡോട്ടർ ആണ്. അല്ല, ആളാണ് വരയ്ക്കുന്നത്. വരയ്ക്കുന്നത് ആരാ? ലക്ഷ്മിയാണോ? ലക്ഷ്മി ചേർന്ന് തന്നെ, അച്ഛനോട് ചേർന്ന് തന്നെ ചോദിക്കട്ടെ, ചേർന്ന് തന്നെ. അപ്പനെ കാണാമോ? എന്നെ കാണാമോ? എവിടെ? വേറെ അറിയൂ, എവിടെയാണ് ഇപ്പൊ, എവിടെയാണ് താമസിക്കുന്നത്? എറണാകുളത്ത് എവിടെയാ? കടവന്തറയോ? കടവന്തറ ഏത് റോഡ്? മുട്ടത്തിൽ. അവിടെ ഒരു ചെറുവരമ്പത്ത് റോഡുണ്ട്, അറിയാമോ? വളരെ അടുത്താണ്. ചെറുവരമ്പത്ത് റോഡിൽ ഞങ്ങൾ 5 കൊല്ലം താമസിച്ചിട്ടുണ്ട്. ഞങ്ങള് ഒരു 18 കൊല്ലം മുമ്പാ താമസിച്ചേ. അതുകൊണ്ട് മോളെ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഭവൻസ് വിദ്യ ഗിരിനഗർ അല്ലേ? അത് ശരി, ഓക്കെ. ഏത് സ്റ്റാൻഡേർഡ് ആണ്? 7th. ഏത് സബ്ജക്റ്റാ ഇഷ്ടം? ഇംഗ്ലീഷാണോ? ഇംഗ്ലീഷിൽ എത്ര വവൽസ് ഉണ്ട്?
വവൽസ് ഏതൊക്കെയാണ്? 10 ഉണ്ടല്ലേ? 10 ഇല്ല. ഏതൊക്കെയെന്ന് പറഞ്ഞാൽ മതി. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ ഇംഗ്ലീഷ് അറിയാം. അപ്പൊ ടീച്ചറുടെ പേരെന്താ? സുമാമ. സുമാമനെ പിന്നെ ഇഷ്ടമാണോ ടീച്ചറെ? ടീച്ചർ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കോ? അപ്പൊ ഒരു സെന്റൻസ് പറഞ്ഞേ ടീച്ചർ പറയുന്നത്, സാധാരണ എപ്പോഴും ക്ലാസ്സിൽ പറയുന്നത്. ഇംഗ്ലീഷ് പറയാം. എന്താ പറയുന്നത്? സൈലൻസ് എന്നല്ലേ പറയുന്നത്? അറിയാം. എനിവേ നൈസ്. മോള് വരയ്ക്കോ? എന്താ വരയ്ക്കും? ഒരു കാര്യം, ഇപ്പൊ അപ്പനെ കണ്ടല്ലോ, കാണാമോ നല്ലപോലെ? എന്റെ ഒരു പടം വരച്ച് അച്ഛൻ്റെ കൊടുക്കണം. അല്ലെങ്കിൽ ഈ വർമാങ്കളുണ്ടല്ലോ, നമ്മുടെ വിജയനങ്ങള് അത് വേണ്ട. ഇതിനകത്ത് എന്റെ പടം ഉണ്ടല്ലോ, മറ്റേ അതൊന്നും എന്നെ വരച്ച് കാണിക്കണം കേട്ടോ. ഇനി വീട്ടിൽ വരുമ്പോ. ഓക്കെ, see you. See, you can find out by talk. And then what happened? ഈ കുട്ടി ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു സാരമില്ല മോളെ. Then he said, what is your next interest? അപ്പൊ പറഞ്ഞു I want to become a സ്പേസിൽ പോകണം. പറഞ്ഞു excellent. സ്പേസിൽ പോകാൻ ഇന്ത്യൻ. But there is one problem. You know what happened to Kalpana Chawla? Kalpana Chawla burnt alive in the അയ്യോ അങ്കിൾ അത് വേണ്ട. മൂന്നാമത് പറഞ്ഞപ്പോഴത്തേക്കും she said I want to become an engineer. I said excellent, no problem. ഒരിക്കലും ഡീമോട്ടിവേറ്റ് ചെയ്യുക, you always motivate them. ആ പറഞ്ഞ എഞ്ചിനീയർ ആണ്. ഞാൻ പറഞ്ഞു എന്ത് എഞ്ചിനീയർ ആണ്? എനിക്ക് പിന്നെ പ്ലെയിൻ പറപ്പിക്കണമെന്ന് പറഞ്ഞു. നമ്മൾ പ്ലെയിൻ പറപ്പിച്ചാൽ മറ്റേ പ്രോബ്ലം ഉണ്ട്, പ്ലെയിൻ ക്രാഷ് ചെയ്യും. അപ്പൊ അത് വേണ്ട. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ കുട്ടിയെ പേരൻസ് വെയർ ഫോഴ്സിങ് ദം സം ഐഡിയാസ്. ഇത് കഴിഞ്ഞ് ഞാൻ അച്ഛനും അമ്മയും കൂടെ കണ്ടു. ഈ കുട്ടി ഇല്ലാതെ കണ്ടു ഞാൻ. ഇതാണ് അതിൻ്റെ പ്രോസസ്സ്. കരിയർ ഗൈഡൻസിൻ്റെ പ്രോസസ്സ് ഇങ്ങനെയാണ്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ കുട്ടിയെ കണ്ടമാനം ചെറിയ കാര്യത്തിന് വഴക്ക് പറയാറുണ്ടോ എന്ന് ചോദിച്ചു. ഒറ്റ കുട്ടിയാണ്. ക്ലാസ്സിൽ തോക്കുമ്പോൾ മാർക്ക് കുറവാണെങ്കിൽ വഴക്ക് പറയാറുണ്ടോ? അപ്പം പറഞ്ഞു വെരി ഓണസ്റ്റ് ആയി പറഞ്ഞു. ഞാൻ പറഞ്ഞു സ്റ്റോപ്പ് ഇറ്റ്. ഷീ ഈസ് നോട്ട് ഏബിൾ ടു തിങ്ക് ഫ്രീലി. അതുകൊണ്ട് ഇറ്റ് ഈസ് ടു ഏർലി. ഒരു 10th സ്റ്റാൻഡേർഡിൽ ആണ് കുറച്ചുകൂടെ ബെറ്റർ. 9th തീരുമ്പോൾ അറിയാൻ പറ്റും ഇവരുടെ. പിന്നെ ഇവര് one point which I forgot is they are carried away by their friends. ഇവര് ഈ കുട്ടിയുടെ ഫ്രണ്ടാണ്. അപ്പൊ ഈ ഫ്രണ്ട് പോകുന്നിടത്തേക്ക് ഈ കുട്ടിയും പോകും. എന്നിട്ട് പോയിട്ട് ഫ്രണ്ട് നന്നായിട്ട് പെർഫോം ചെയ്യും, കുട്ടിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. So you have to, this is why I said find out who are their friends, detach them from their friends. അവരെ ഫ്രണ്ട്സിന്റെ ഇൻഫ്ലുവൻസും അല്ലെങ്കിൽ ഇവര് പലതും കാണും. ചിലർ കാണും സിനിമ കണ്ടുകൊണ്ട് എല്ലാവർക്കും മമ്മൂട്ടി ആകാൻ പറ്റുമോ, എല്ലാവർക്കും മോഹൻലാൽ ആകാൻ പറ്റുമോ എന്ന് പറഞ്ഞുകൊണ്ട് ഓടിച്ചാടി സിനിമയ്ക്ക് പോയാലും. സോ ദേ ഗെറ്റ് ക്യാരിഡ് അവേ ബൈ സർട്ടൻ ഇംപ്രഷൻസ്. ഈ മീഡിയ, സിനിമ എന്ന് പറയുന്ന മീഡിയം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് കണ്ടമാനം. അതുകൊണ്ട് യു മസ്റ്റ് ബി സെലക്റ്റീവ് ഇൻ സീയിങ്. യെസ്, എനിബഡി എൽസ്? വർമ്മ ചോദിച്ചേ, കുട്ടികൾ ആരും ചോദിക്കുന്നു. ഇനിയിപ്പം ആരെങ്കിലും എഞ്ചിനീയേഴ്സ് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചേ. അത് മുമ്പേ വന്ന കുട്ടി നേരത്തെ പറഞ്ഞിരുന്നില്ല, ഹരിയുടെ മകൾ ഉണ്ടായിരുന്നു, അത് വന്നു. അരുണിമ, യു വാണ്ട് ടു കം? വരുന്നുണ്ടോ? ഇതിന് ഒറ്റ മാർഗേ ഉള്ളൂ. You have to have contact classes. Yeah. നമ്മുടെ രജിത് വർമ്മ എല്ലാം നമുക്ക് തിരുവനന്തപുരത്ത് കൊണ്ടുവരാം. അതെ, കോണ്ടാക്ട് ക്ലാസ്. That's only way. ഒരു സംശയം ചോദിച്ചോട്ടെ. ഇപ്പൊ ഈ എഞ്ചിനീയറിംഗിനൊക്കെ പഠിക്കുന്ന ആൾക്കാർ ഒരു ഫൈനൽ ഇയർ ഒക്കെ ആകുമ്പോഴത്തേക്കും ഒരു ക്യാമ്പസ് സെലക്ഷൻ ഒക്കെ വന്നിട്ട് മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ആർ ജോയിനിങ് ഇൻ IT ഫീൽഡ്. അത് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് ആദ്യമേ തന്നെ നല്ല സാലറിയും ഒക്കെ ആയിട്ട് ഈസി ജോബ് ആയിട്ടാണ് കണ്ടുവരുന്നത്. പക്ഷെ ഒരു മൈനോറിറ്റി ഓഫ് സ്റ്റുഡൻസ് ദേ വാണ്ട് ടു പെർസ്യൂ ദ കരിയർ ഇൻ കോർ ഏരിയ വാട്ട് ദേ ഹാവ് സ്റ്റഡീഡ്.
അപ്പൊ അതിനെപ്പറ്റി എന്താ പറയുന്നത്? അത് ശരിക്കും അതല്ലേ ലൈഫ് ലോങ് ആയിട്ട് നിൽക്കുന്നത് IT No, I'll tell you. I'll answer your question. My son is a mechanical engineer. Okay. About what have this? I'm telling you what 20 years back, he wanted to go for IT area. About in the classmate, he was a topmost person, dean in the University of Rochester, America. ഉണ്ണികൃഷ്ണൻ എറണാകുളത്തുകാരനാണ്. ഉണ്ണികൃഷ്ണൻ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഉണ്ണി ക്ലാസ്മേറ്റ്സ് ആണ്, ഞങ്ങളുടെ ഹോസ്റ്റൽ മേറ്റ്സ് ആണ്, റൂംമേറ്റ്സ് ആണ്. അപ്പോൾ ഉണ്ണി പറഞ്ഞ ഒരു സെൻറ്റൻസ്, IT ഈസ് എ ബബിൾ, ഇറ്റ് ക്യാൻ കൊളാപ്സ് എനി ടൈം, ബട്ട് ഇറ്റ് ഹാസ് നോട്ട് കൊളാപ്സ്ഡ്. ഇതുവരെ കൊളാപ്സ് ചെയ്തിട്ടില്ല. സോ ITക്കുള്ള ഒരു പ്രധാന കാര്യം സ്ട്രെസ്ഫുൾ ആണ്. One thing you must remember, Varmaji, when you are paid more, അവർ 100 രൂപ തന്നാൽ 300 രൂപയുടെ പണി ചെയ്യിക്കും എന്ന് വെച്ച് പോരെന്നല്ല ഞാൻ പറയുന്നത്. സോ യു മസ്റ്റ്, ആൻഡ് യു സപ്പോസ് യു ആർ വർക്കിംഗ് ഇങ്ങനെ ക്രിട്ടിക്കൽ ഏരിയ. ഇപ്പം എല്ലാവരും, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ആ പേപ്പർ നോക്കിയിട്ട് വായിച്ചില്ലേ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, ദീസ് ആർ ഓൾ ഗ്രോയിങ് ഇതാണ്. അപ്പം അതിനകത്ത് അവർക്കൊരു പിന്നെ ഈ IT-യിലുള്ള ഇൻട്രസ്റ്റ് എന്താണെന്ന് നോക്കണം. അവർ ആർ ദേ willing to work. ഈ എന്തൊക്കെ പറഞ്ഞാലും ഒരു 8 മണിക്കൂർ പണി കൊണ്ട് തീരുകയില്ല. വെരി സ്ട്രെനുവസ്, ദേ വിൽ ബി പെയ്ഡ്. സോ ലിവ് ഇറ്റ് ടു ദം. നേരെ മറിച്ച് ഇഫ് യു സേ ദേ വോണ്ട് ടു ഗോ, they want to grow up in their field, they can go to MTech or MS in US, they can go to PhD, then even then they can become a consultant. The highest paid people in US are consultants. പക്ഷെ അതിന് എക്സ്പീരിയൻസ് വേണം. So they must be able to branch off from there. You asked a very good question. കാരണം നമ്മുടെ കയ്യിൽ, if you have got lot of shot in your arms, you can shoot at any time you want. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു MS ഓ MTech ഓ PhD ഉണ്ടെങ്കിൽ you are a much more free person than a person who is working only with a low level thing. So then you can decide. But other eppalum qualification is always good, because your knowledge goes, you are basically an engineer, അല്ലല്ല, ഞാൻ കൊമേഴ്സിൽ. So it will go graphic അറിയാം, exponential growth ആണ്. അറിയാം. So exponential growth ആണ് if you have got higher quality. മറ്റേത് it is only ഒരു like a ups and downs ഉണ്ടാവും. I hope I answered your question. വേറെ എന്തെങ്കിലും ഉണ്ടോ വർമാജി? ഇല്ലെങ്കിൽ മേ ബി സാർ. ഓക്കെ, ഇന്നിപ്പം നമ്മൾ നല്ലൊരു സെഷൻ ആയിരുന്നു. അത് 6:30 ആയി. 6:30 ആയതുകൊണ്ടല്ല. ഇല്ല, അത് 2 കാര്യമാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഒന്നുകൂടെ കോണ്ടാക്ട് ചെയ്തിരുന്നു. അപ്പം കുറച്ച് ഗസ്റ്റ് വന്നിരിക്കുന്ന, പെട്ടെന്ന് വരട്ടോ എന്ന് ചോദിച്ചാൽ അവര് ട്രിവാൻഡ്രത്തുള്ളവരല്ല, അവര് വന്നപ്പോ ഒന്ന് വിളിച്ചാണ്. അപ്പൊ അവർക്ക് ഒരു അപ്പോയിന്റ്മെന്റ് കൊടുത്തു എന്ന് പറഞ്ഞു. ഇനിയിപ്പം കാണത്തില്ല സാർ, ഇനിയിപ്പോ കാണത്തില്ല. സാർ ഒന്ന് ചോദിച്ചോട്ടെ? സാർ, എന്റെ മോന് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. എന്റെ പേര് ശ്രീജലക്ഷ്മി, ഞാൻ കോട്ടയത്ത് നിന്നാണ്. മോന് വേണ്ടിയിട്ടാണ്. മോൻ 10th ഇപ്പൊ പഠിക്കുന്നത്. കുറേശ്ശെ ഒരു അഗ്രികൾച്ചറിലൊക്കെയാണ് ഇപ്പൊ ഒരു ഇൻട്രസ്റ്റ് ഉള്ളത്. അഗ്രികൾച്ചറിന്റെ സ്കോപ്പ് എത്രത്തോളം ഉണ്ട് ഇപ്പോ എന്നുള്ളതൊന്ന് പറഞ്ഞു തരാമോ സാർ? I will answer in one word and repeat it: immense. കാരണം എന്താണെന്നറിയാമോ? ours is an agricultural country. നമുക്ക് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചറൽ ബേസിക് അഗ്രികൾച്ചർ ആണോ അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആണോ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ആലോചിച്ച് തുടങ്ങിയിട്ടില്ല. അഗ്രികൾച്ചർ തൽക്കാലം ഇപ്പൊ അവന് പ്രാക്ടിക്കലായിട്ട് കൃഷിയൊക്കെ ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. ഓരോ ചെടികളും അതിന്റെ വളർച്ച, വീട്ടിലൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളതൊക്കെ ഇഷ്ടമുള്ള കാര്യമാണ്. അതിനെക്കുറിച്ച് പഠിക്കാനും ഒക്കെ ഇഷ്ടമാണ്. ഇതിനകത്ത് അഗ്രികൾച്ചറിന്റെ കൂടെ റൂറൽ ഇതുകൂടെ നോക്കണം. റൂറൽ ഡെവലപ്മെന്റിന്റെ ഭാഗമാണ് അഗ്രികൾച്ചർ. എപ്പോഴെങ്കിലും കാണാൻ പറ്റുമെങ്കിൽ കാണാം. ഞാൻ വല്ലപ്പോഴും ചിലപ്പോൾ കോട്ടയത്ത് വരും. സാർ, ശ്രീജ PhD ഹോൾഡർ ആണ്, ടീച്ചറാണ്. ഏത് സബ്ജക്റ്റിലാണ്? കൂടുതൽ ചോദിക്കാണ്ട് ചോദിച്ചോളൂ. ഏത് സബ്ജക്റ്റിലാണ് ശ്രീജ? എന്റെ സബ്ജക്ട് ഇംഗ്ലീഷ് ആണ് സാർ. ഞാൻ PhD എടുത്തിരിക്കുന്നത് എഡ്യൂക്കേഷനിലാണ്. ഓ, അത് ശരി. വെരി ഗുഡ്, വെരി ഗുഡ്.
അപ്പൊ ഇത് ആളെ കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് ആളുണ്ടോ ഇപ്പോ അടുത്ത്? ഒന്ന് കൊടുത്തേ. അല്ല സാർ, അത് ഇത് വളരെ ഒരു അതിശയം ഞാൻ പറയില്ല. ഇതും സാറിന്റെ നാട്ടുകാരന്റെ മകളാണ്. ഡോക്ടർ KL മോഹനവർമ്മയുടെ ബ്രദറിന്റെ മകളാണ്. ചേർത്തലക്കാരൊന്നും നല്ലോണം ഉണ്ട് സാറ്. അപ്പൊ വർമാജി പുറത്തായി. ഓക്കെ, പറഞ്ഞോളൂ ശ്രീജ. എവിടെ വേറെ ശ്രീ ആളുണ്ടോ? ഒന്ന് ക്യാമറ വരികയാണെങ്കിൽ ചോദിക്കായിരുന്നു. ഇപ്പൊ കാണാൻ മേല കേട്ടോ. ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ട് സാർ. ഓക്കെ, മോളെവിടെ? മോനാണ്. മോനെവിടെ? ഞങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ചോദിച്ചോ, എന്താ മോനെ അറിയണ്ടേ? ചോദിച്ചോളൂ. എന്താ ഇൻട്രസ്റ്റ് എന്ന് ആദ്യം പറ. അഗ്രികൾച്ചർ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അത് ബോട്ടണിയിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ? ബോട്ടണിയിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ? ബോട്ടണി ഉണ്ട്. ഓക്കെ, ഞാനൊരു കാര്യം ചോദിച്ചാൽ, ജനറ്റിക് മോഡിഫിക്കേഷൻ ചില പ്ലാൻസ് ചെയ്തിട്ടുണ്ട്, അറിയാമോ? 10ാം സ്റ്റാൻഡേർഡ് അല്ലേ? അത്രത്തോളം അറിയില്ല സാർ. അവൻ 10th-ലായിട്ടേ ഉള്ളൂ. ഇൻട്രസ്റ്റ് ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. അല്ല അറിയണത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് റിലേറ്റഡ് ആണ്. കാരണം നമ്മളിപ്പോൾ ജനറൽ അഗ്രികൾച്ചറിനെക്കാളും കൂടുതൽ, സപ്പോസ് യു ഗോ ടു ബോട്ടണി, ഫോർ എക്സാമ്പിൾ, ഈ ബ്രിഞ്ചോൾ ഇല്ലേ, ബ്രിഞ്ചോൾ ഇതില് ജനറ്റിക് ചേഞ്ച് വെച്ചിട്ട് ബൗൺ ബ്രിഞ്ചോൾ എന്ന് പറഞ്ഞ സാധനമുണ്ട്, കേട്ടിട്ടുണ്ടോ? ഇത് വർമാജി ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല അല്ലേ? റെക്കോർഡ് ചെയ്യുന്നുണ്ട് സാർ. അപ്പൊ അവർക്ക് കൊടുക്കണം. അപ്പൊ BT എന്നായിരുന്നു, ബൗൺ ബ്രിഞ്ചോൾ. അപ്പൊ അത് ഇന്ത്യയിൽ പലയിടത്തും ചെയ്യുന്നുണ്ട്. അതുപോലെ കോട്ടൺ, നമ്മളെ പഞ്ഞിയില്ലേ, മോന്റെ പേരെന്താ? ശ്രീജിത്ത് വർമ്മ. ശ്രീജിത്ത്, ഈ കോട്ടൺ ഇല്ലേ, പഞ്ഞി, ബ്രിഞ്ചോൾ, ഇതെല്ലാം പിന്നെ ജനറ്റിക് മോഡിഫിക്കേഷൻ ചെയ്യുന്ന ഇതുകളാണ്. അതുപോട്ടെ, ഞാൻ ഇത് ഒരു കാര്യം ചോദിക്കട്ടെ. ഈ അഗ്രികൾച്ചറൽ ഇൻട്രസ്റ്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു ചോദ്യം ചോദിക്കാൻ പോവാണ്. 10ാം സ്റ്റാൻഡേർഡ് അല്ലേ? ഹൂ ഈസ് ദ ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ? നമ്മോട് ചോദിക്കരുത്, അമ്മ പറയുകയും ചെയ്യരുത്. അമ്മ പറഞ്ഞാൽ ഞാൻ പിടിക്കും. ഹൂ ഈസ് ദ ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ? ഞാൻ ഒരു ക്ലൂ തരാം. നെല്ലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നെല്ലുമായിട്ട് ഡോക്ടർ MS സ്വാമിനാഥൻ. കുട്ടനാട്ടിന്റെ പ്രത്യേകത അറിയാവോ? അഗ്രികൾച്ചർ അറിയാമെങ്കിൽ കുട്ടനാടിന്റെ പ്രത്യേകത അറിയാവോ? എന്താ അറിയാം? കുട്ടനാടിന്റെ എന്താ പ്രത്യേകത? നെൽകൃഷി. അതെ, നെൽകൃഷിയുടെ എന്താണ് പ്രത്യേകത അറിയാവുന്നത്? കുട്ടനാട്ടിൽ മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ. അതായത് നമ്മുടെ സീ ലെവലില്ലേ, സീ ലെവലിൽ നിന്ന് എത്രയോ മീറ്ററാണ്. ഇതുപോലെ വേറൊരു ലോകത്തുണ്ട്, അറിയാമോ? വേറൊരു കൺട്രിയാണ്, സോറി, ലോകമല്ല, ഒരു എവിടെയാണെന്നറിയാമോ? അത് ഹോളണ്ട്. യൂറോപ്പിലാണ്. യൂറോപ്പിലാണ്, ഹോളണ്ട്. അപ്പോൾ മോനെന്തിയോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇൻട്രസ്റ്റ് ചെയ്തിലാണ്. ഇപ്പം നമ്മൾ കൃഷി ചെയ്യുന്നു എന്ന് വെച്ച് അഗ്രികൾച്ചർ പഠിക്കാൻ ഇൻട്രസ്റ്റ് വരണമെന്നില്ല. നമുക്കൊരു ദിവസം കാണാം. 10ാം സ്റ്റാൻഡേർഡിലേ ആയുള്ളൂ. ഒരു കാര്യം ചെയ്തേക്ക്, പിന്നെ ശ്രീജ നമ്പർ ഒന്ന് വർമാജിയുടെ എന്റെ നമ്പർ ഒന്ന് ഷെയർ ചെയ്തേക്ക്. ശരി സാർ. ട്രിവാൻഡ്രത്തുണ്ട് സാർ. ട്രിവാൻഡ്രത്ത് ശ്രീജയുടെ അച്ഛൻ ട്രിവാൻഡ്രത്താണ്. ട്രിവാൻഡ്രത്ത് വരുമ്പോ കാണാം, നോ പ്രോബ്ലം. ഞങ്ങള് കോട്ടയത്ത് വരുന്നതിനേക്കാളും പിന്നെ ഈ എന്താ പറയുന്നത്, അച്ഛൻ സാറിനെ കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ടെന്നാ പറഞ്ഞിട്ടുള്ളത്. പേരെന്താ? KL ശ്രീകൃഷ്ണദാസ് ആണ് സാർ പേര്. കണ്ടു കാണും. നല്ലൊരു കവിയാണ് അദ്ദേഹം. പബ്ലിക് PTI ഡയറക്ടർ ആയിരുന്നു ട്രിവാൻഡ്രത്ത്. അല്ല, ഞാൻ പറയുന്നത്, ഇഫ് മൗണ്ടൻ ഡസൻ ഗോ ടു ഇഫ് മുഹമ്മദ് ഡസൻ ഗോ ടു മൗണ്ടൻ ക്യാൻ ഗോ ടു മുഹമ്മദ്. അതുകൊണ്ട് തീർച്ചയായിട്ടും വി വിൽ ഗെറ്റ് ഇൻ ടച്ച്. ട്രിവാൻഡ്രത്ത് വരുമ്പോ എന്നെ വിളിക്കൂ. വർമാജി നമ്പർ തരും കേട്ടോ. Just say hello to me so that I know your number. Okay? നമുക്ക് മോനെ കാണാം. ഒരാളേ ഉള്ളോ? അല്ല, ഒരാൾ കൂടി ചെറിയ ആളാ, 4ാം ക്ലാസ്സില്. എത്ര? 4-ല്. നമുക്ക് ഇയാളെ ആദ്യം ശരിയാക്കാം. മോനെ ശരിയാക്കാം കേട്ടോ. ഓക്കെ, റൈറ്റ്. ഇനി ആരെങ്കിലും ഉണ്ടോ? സാറിനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇതൊരു ഓപ്പൺ ഫോറമാണ്, അപ്പൊ തീർച്ചയായിട്ടും ചോദിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇന്ന് ഇനിയിപ്പം അങ്ങനെയാണെങ്കിൽ ശരി സാർ.
നമുക്കിന്ന് നമുക്കൊരു കാര്യം ചെയ്യാം വർമ്മജി. നമുക്ക് ISRO പോലെ T-10 and counting. 10 മുതൽ 0 വരെ എണ്ണുക. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. And I'm very thankful to Rajit, then that engineer who spoke to me, and then Harindra Verma. Be in touch. I'll be glad to be of use to your students, your children. Okay. അത് നല്ല സെഷൻ ആയിരുന്നു, ഇൻഫോർമേറ്റീവ് ആയിരുന്നു, ആൻഡ് യുവർ enthusiasm is spreading among us also. Enthusiasm, and you are always present in your face also. Happy that you have appreciated the questions a lot, and the students to come up with their no, we will meet the students. We can meet them. Attitude is the best thing. I think the best word in English language itself is attitude. Shivakela has said that winners do not do different things, they do things different. Raghuji. Yeah. You know what was his first job? Shivakela had the jolly secretary, additional secretary finance department. No. ഞാൻ പറഞ്ഞ ശിവകേരെ പറ്റിയല്ലേ പറഞ്ഞേ? ശിവകേരയുടെ ആദ്യത്തെ ജോലി എന്തായിരുന്നു അറിയോ? എന്തോ? No. Shivakera was an insurance agent in US. Okay. I have read only one book, but Shivakera പറ്റി മുഴുവൻ വായിച്ചു. Not do different things, they do things differently. Yeah, right. And you can achieve what you think you can achieve. So that's a good book, and I think your presentation itself is very motivating, and we are grateful to you, sir, for this session, and I'm sure those who participated are getting motivated, and this is also recorded. It is fully recorded, and it will be put in the YouTube. Oh, that's great of you. So nice of you, sir, and to end the session, and with a formal നന്ദി പ്രകടനമായിട്ട് കൃതജ്ഞത പറയാനായിട്ട് നമ്മുടെ സംസ്ഥാന ട്രഷറർ ശ്രീ മഹേഷ് രാമവർമ്മ. മഹേഷ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇത് സാറിന്റെ ഒരു ഇനിഷ്യൽ ക്ലാസ്സേ ആയിട്ടുള്ളൂ. വിദ്യാർത്ഥികൾക്കുള്ള ഫർദർ ശരിക്കും എന്താ പറയണ്ടേ, ഡയറക്റ്റ് കോച്ചിങ് സെഷൻ ഇനിയും വരുന്നുണ്ട്. അത് നമുക്ക് സാറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് കുട്ടികളെ അറിയിക്കാം. Only thing direct ആയിട്ടുള്ള I think they should not be നമ്മുടെ ഹരീന്ദ്ര വർമ്മജിക്ക് പ്രയാസം ഉണ്ടാവും, but to come all the way from Bangalore, but even he can do that. I'll be glad, because നമ്മളെ താല്പര്യമുള്ളവരോട് സംസാരിച്ചിട്ടേ കാര്യമുള്ളൂ സാറേ. There is no point, and you can only take hot water, you cannot make it drink. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. I was more than happy. എന്റെ ജാതിയിലുള്ള 4 എഞ്ചിനീയേഴ്സിനെ കാണാമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ ഐ എം ഹാപ്പി. ഒരാളെ കണ്ടു. ഷീ ഈസ് ഫാന്റാസ്റ്റിക്, എക്സലന്റ്. And parents and children whom I have spoken, I am extremely satisfied. I have done my job. The rest is for people who listened. എല്ലാവർക്കും നമസ്കാരം. ക്ഷത്രിയക്ഷേമ സഭയുടെ ഗൂഗിൾ മീറ്റുകൾ കുറേ നടന്നു. ഓരോ വ്യത്യസ്തമായ പരിപാടികൾ പല സമയങ്ങളിലായിട്ട് നമുക്ക് നടത്താൻ സാധിച്ചു. വളരെ ഗംഭീരമായ രീതിയിൽ ഇന്നിവിടെ വളരെ ലളിതമായ രീതിയിൽ വളരെ ചിരിക്കുന്ന മുഖത്തോടു കൂടി രസകരമായ രീതിയിൽ കരിയർ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് പേരൻസിനും കുട്ടികൾക്കും പറഞ്ഞു കൊടുത്തു. സാറിൻ്റെ വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഇന്നിവിടെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിച്ച ശ്രീ രഘുചേട്ടൻ സഭയുടെ സംസ്ഥാന പ്രസിഡന്റിന് സഭയുടെ പേരിൽ കൃതജ്ഞത അറിയിക്കുന്നു. അതുപോലെ ഇത്രയും നേരം ഏതാണ്ട് 2 മണിക്കൂറോളം നമ്മളെ വളരെ നല്ല രീതിയിൽ ലളിതമായ രീതിയിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞ് തന്ന നമ്മുടെ NRUK കർത്താ സാറിന് സഭയുടെ പേരിൽ പ്രത്യേക നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്നിവിടെ പങ്കെടുത്ത ജനറൽ സെക്രട്ടറി, സഭയുടെ മറ്റു ഭാരവാഹികൾ,
അതുപോലെ തന്നെ ഈ ഇതിൻ്റെ മീറ്റിങ്ങിൽ പങ്കെടുത്ത മാതാപിതാക്കൾ, സഭയുടെ കുടുംബാംഗങ്ങൾ എല്ലാവർക്കും ക്ഷേത്രക്ഷേമ സഭയുടെ പേരിൽ നന്ദി അറിയിച്ചു കൊള്ളുന്നു. നന്ദി, നമസ്കാരം. സാർ, ഞാൻ സാറിനെ കോൺടാക്ട് ചെയ്യണം സാർ പിന്നീട്. സാറിന്റെ നമ്പർ എല്ലാവരും വാട്സാപ്പിൽ ഇട്ടോളൂ, ഫോൺ നമ്പർ. ആയിക്കോട്ടെ, തീർച്ചയായിട്ടും. പിന്നെ you are always welcome to contact me. What is the problem? ആരോ പറഞ്ഞ പോലെ when everything is doing well, it's okay. And what I am looking for is improvement. What are the areas? ഞാൻ ഭംഗിയായിട്ട് പറയാത്ത ഏതൊക്കെ ഏരിയയാണ്, ഏതൊക്കെയാണ് ഇംപ്രൂവ്മെന്റ്. സോ ഐ വോണ്ട് നോ വാട്ട് ആർ ദി ഇംപ്രൂവ്മെന്റ്സ് റിക്വയർഡ്. ഓക്കേ, ഒരു അറിയിപ്പ് കൊണ്ടുള്ള സാർ, ഈ മാസം 21-ാം തീയതി വൈകുന്നേരം 7:30 മുതൽ 9 വരെ സിന്തറ്റിക് ബയോളജി, ജീവികളെ നാം രൂപകൽപ്പന ചെയ്യുമ്പോൾ മാസ്റ്റർ സൂര്യനാരായണന്റെ പഠന ഗവേഷണ വിശേഷം, പുതിയ ജീവന്റെ സൃഷ്ടി, ദൈവ സുരക്ഷ, ഇതേക്കുറിച്ചിട്ട് ഐസറിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് അയാൾ. അയാളൊരു പ്രഭാഷണം. എന്താ സബ്ജക്ട്? എന്താ 21-ാം തീയതി? അല്ല, സബ്ജക്ട് എന്താണ്? ഐസറിലെ 3rd ഇയറിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് അദ്ദേഹം. സബ്ജക്ട് ഞാൻ പങ്കെടുക്കുകയും അതിലെ ഗോൾഡ് മെഡൽ കിട്ടുകയും ചെയ്തതാണ്. അല്ല, സബ്ജക്ട് എന്നൂടെ പറയാം. ആ സബ്ജക്ട് ജീവികളെ നാം രൂപകൽപ്പന ചെയ്യുമ്പോൾ, സിന്തറ്റിക് ബയോളജിയാണ്. അപ്പൊ അതൊരു ഈ ടോപ്പിക് ഇന്റർനാഷണൽ ഫോറത്തില് ഞാൻ ചോദിച്ചതല്ല പ്യുവർ സയൻസ് എന്താണെന്ന് റിസർച്ച്. ഇപ്പൊ സാർ നേരത്തെ പറഞ്ഞ സാമൂഹ്യ ബോധത്തോടുകൂടി പ്യുവർ സയൻസിൽ പോയി നമ്മുടെ കപ്പാസിറ്റി എന്താണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു അവസരം കുട്ടികൾ പ്രദാനം ചെയ്യാവുന്ന ഒരു ക്ലാസ് ആയിരിക്കും ഈ വരുന്നത്. അപ്പൊ അതിലും മാക്സിമം കുടുംബാംഗങ്ങൾ പങ്കെടുക്കണം. അതും സാറിനും പങ്കെടുക്കാം, ആളെ ഇത്രയും സീനിയർ ആയതുകൊണ്ട് അങ്ങേക്കും അതിന് പങ്കെടുക്കാം. അപ്പൊ ഇത് 21-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരം 7:30 മണി മുതൽ. പുതിയൊരു സബ്ജക്റ്റാണ്. പിന്നെ അത് ഐസറാണ് അത് അറേഞ്ച് ചെയ്യുന്നത്. ഐസർ അറിയാമല്ലോ, IISR ഐസറിന്റെ ഒരു പരിപാടിയാണ്. IIT-ക്കാരും കുറച്ചും കൂടെ ഉപരിതലത്തിൽ നിൽക്കുന്ന റിസർച്ച് ഫീൽഡാണ്. അപ്പൊ റിസർച്ചിന് താല്പര്യം, പ്യുവർ സയൻസിന് താല്പര്യമുള്ളവർക്ക് അതിന്റെ കരിയർ പ്രോസ്പെക്ട്സും അതിന് എന്തൊക്കെ പഠിക്കാൻ പറ്റും, എന്തൊക്കെയാണ് അതിനകത്ത് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് അയാളുടെ പേര് സൂര്യനാരായണനാണ്. അയാൾ പൂനെയിലാണ് പഠിക്കുന്നത്. സൂര്യനാരായണന്റെ പ്രസന്റേഷൻ ഉണ്ടായിരിക്കും. അത് നമ്മുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും പങ്കെടുക്കണം, പ്രത്യേകിച്ച് യങ്ങർ ജനറേഷൻ. കാരണം നമ്മുടെ ഇടയ്ക്കുള്ള ആളുകളുടെ ഇന്റലക്ച്വൽ കപ്പാസിറ്റി നമ്മൾ പലപ്പോഴും ടാപ്പ് ചെയ്യാതെ പോകുന്നുണ്ട്. അതെനിക്ക് ഒരു വിധത്തിൽ നമുക്ക് എക്സ്പോഷർ ഇല്ലാത്തത് കൊണ്ടും കൂടിയായിരിക്കും. ഈ ഒരു എക്സ്പോഷറിന് ഒരവസരമായിട്ട് 21-ാം തീയതി പരിപാടിയെ കാണണം. അതിലെല്ലാവരും പങ്കെടുക്കാൻ അപേക്ഷിക്കുന്നു. അതിന്റെ ഗൂഗിൾ മീറ്റിന്റെ ലിങ്ക് എല്ലാം നമ്മൾ ഇതിനകത്ത് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഇടുന്നതായിരിക്കും. ഞാൻ സൈൻ ഔട്ട് ചെയ്തോട്ടെ? ഷാൽ ഐ സൈൻ ഔട്ട്? അപ്പം സാറ് നന്ദി, നമസ്കാരം. ശരി സാർ, താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച് സാർ. സാറിന്റെ ഈ ഒരു കമ്മിറ്റ്മെന്റും ഈ ഇപ്പൊ ഞാൻ വിളിക്കാൻ കഴിഞ്ഞാൽ ഇപ്പൊ വിളിക്കാം. ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ പര്യവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം. ദൈവാനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും.